എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ പേര് റീൽസ് ബ്രേക്ക് എന്നതാണ്. സമൂഹത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അശാസ്ത്രീയ വീഡിയോസ്, എസ്പെഷ്യലി ഷോർട്ട് വീഡിയോസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സോഷ്യൽ മീഡിയയിലുള്ള അത്തരത്തിൽ വൈറൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട കുറച്ച് ഷോർട്ട് വീഡിയോസാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ കാണിക്കുന്നതായിരിക്കും ഓരോന്ന് വീതം. അതിൻ്റെ കറസ്പോണ്ടിങ് റിയാക്ഷൻ ശാസ്ത്രബോധത്തോടെ നോക്കിക്കണ്ടുകൊണ്ട് അതിൽ അശാസ്ത്രീയത തുറന്ന് കാണിക്കുക അല്ലെങ്കിൽ തുറന്ന് കാണിക്കുക എന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ കാണിക്കുന്ന വീഡിയോകളിൽ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഉണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെയും മോശമായി ചിത്രീകരിക്കാനുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് പറയുന്നതിൽ അശാസ്ത്രീയത പൊതുസമൂഹത്തിലൂടെ എത്തിക്കുക, എന്താണ് അതിൻ്റെ എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് എന്നത് കൃത്യമായി എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കൃത്യമായ ഒരു ഉദ്ദേശം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് 45 മിനിറ്റാണ് റീൽസിൻ്റെ റിയാക്ഷൻ ടൈം. അവസാനത്തെ 15 മിനിറ്റ് ചോദ്യോത്തര വേളയാണ്. അപ്പം ചോദ്യം ഉണ്ടെങ്കിൽ എല്ലാവരും അത് തയ്യാറെടുക്കുക. അവസാന സമയങ്ങളിൽ വളണ്ടിയേഴ്സ് മൈക്ക് കൈമാറുന്നതാണ്. വളരെ ചുരുക്കി മാത്രം ചോദ്യം ചോദിക്കാനായിട്ട് തയ്യാറെടുക്കുക. നമുക്കെന്തായാലും ആദ്യ വീഡിയോയിലേക്ക് പോകാം. ആദ്യ വീഡിയോ സ്വാസികയുടെ വീഡിയോ ആണ്. നമുക്കാദ്യം കേൾക്കാം. എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. അതാ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുക, അങ്ങനത്തെ ഒരുപാട്. എനിക്ക് പണ്ടുതൊട്ടിയുള്ള ഡൗട്ടാണ്, കടിച്ച പാമ്പിനെ തിരിച്ചു വിഷം ഇറങ്ങി കഴിഞ്ഞാൽ വിഷം ഇറങ്ങി പോകും. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല. അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ്. പക്ഷെ അതെന്തുകൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും? എവിടെയാണെങ്കിലും വരും അത്. പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നത്, സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പോ എന്റെ ഈ മുത്തശ്ശൻ, ഞാൻ കണ്ടിട്ടില്ല മുത്തശ്ശനെ, എന്റെ അമ്മയുടെ മുത്തശ്ശനാണ്, നിർത്തി. പിന്നെ അദ്ദേഹം മരിച്ചു. ഈ പാമ്പിൻ വിഷം എന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഒരു 10-20 തരം ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ആണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഈ പാമ്പിൻ വിഷം, ഈ പ്രോട്ടീനുകൾ വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ലയിക്കുന്നതാണ്. അത് നമ്മൾ കടിച്ച ഉടനെ നമ്മുടെ എല്ലാ ബോഡി പാർട്ടിലേക്കും ഈ ബ്ലഡ് വഴി എത്തും, ലയിച്ചു കൊണ്ടെത്തും. എന്നിട്ട് ഏകദേശം 5-5.5 ലിറ്റർ രക്തത്തിൽ 5-10 മില്ലിഗ്രാം വിഷമാണ് ഒരു പാമ്പ് ഒരു സമയത്ത് കടിച്ചാൽ ഏൽപ്പിക്കുന്നത്. അത് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ ഒരു ചെറിയ 1 മില്ലി ലിറ്റർ സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ ഉപ്പ് വെള്ളം, 1000 ലിറ്ററുള്ള ഒരു ടാങ്കിലേക്ക് നമ്മളൊരു ഇഞ്ചക്ഷൻ വെച്ച് എടുക്കുകയാണെന്ന് വെച്ചു, അത് ഉടനെ ലയിക്കും എല്ലാ സ്ഥലത്തും. ഇനി അതേ സൂചി വെച്ചിട്ട് നിങ്ങൾ വലിച്ചാൽ ആ സോഡിയം ക്ലോറൈഡ് മാത്രം തിരിച്ചു വരും എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ മലയാളം. അതൊരിക്കലും പോസിബിൾ അല്ല, അത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത്, ഈ പാമ്പ് തിരിച്ചു വന്നാൽ നമ്മുടെ DNA വരെ മാറ്റുന്നു, അടുത്ത ജനറേഷനിൽ ബുദ്ധിമാന്ദ്യം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. ഇത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. അടുത്ത വീഡിയോ നമുക്ക് നോക്കുകയാണ്. അടുത്ത വീഡിയോ പാരസെറ്റമോളിനെ കുറിച്ചാണ്. 2 വീഡിയോസാണ് അടുത്ത് വരാൻ പോകുന്നത്. ഒരു വീഡിയോ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ് പറയുന്നത് പാരസെറ്റമോളിനെ കുറിച്ച്. അതിനുശേഷം ജേക്കബ് വടക്കാഞ്ചേരിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ആദ്യ വീഡിയോയിലേക്ക് പോകാം. പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു നെഫ്രോടോക്സിക് മെഡിസിൻ ആണ്. അതായത് നമ്മുടെ കിഡ്നീനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മരുന്നിൽപ്പെട്ടതാണ് പാരസെറ്റമോൾ. അപ്പോൾ ഈ കണ്ടിന്യൂസ്ലി മനസ്സ് കഴിഞ്ഞാൽ കിഡ്നിയുടെ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ അരിപ്പ പോലെയുള്ള സംഗതികൾ അത് നശിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ഡിസീസ് ഉള്ളത് കേരളത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ലിറ്ററസി കൊണ്ടാണ്. നമ്മുടെ ഇവർക്ക് എല്ലാവരും ഡോക്ടർമാരാണ്, വീട്ടിലെല്ലാവരും ഡോക്ടർമാരാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഗൂഗിൾ ഡോക്ടർ ഉണ്ടല്ലോ, ഗൂഗിൾ ഡോക്ടർ ഇതിൻ്റെ വലിയൊരു ഫാക്ടറാണ്. എന്ത് വന്നാലും ഉടനെ ഗൂഗിൾ നോക്കുക, അതിനുള്ള കാര്യം പറഞ്ഞാൽ മരുന്ന് കഴിക്കുക. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇവർ ഒരു 2 ദിവസം പനിയേക്കാൻ 2 ദിവസം പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് വരണത്. ആദ്യമായി പാരസെറ്റമോൾ ഒരു നെഫ്രോടോക്സിക് ഡ്രഗ് അല്ല. അത് കിഡ്നിയേക്കാളും അത് ബാധിക്കുന്നത് ലിവറിനെയാണ്, ഹെപ്പറ്റോടോക്സിക് ആണ്. ആ ടോക്സിറ്റി എന്ന് പറയുന്നത് പിന്നെ അക്യൂട്ട് ടോക്സിസിറ്റിയാണ്. നമ്മൾ കുറേ ഗുളികകൾ ഒരുമിച്ച് കഴിച്ചാൽ ഉണ്ടാവുന്ന, അല്ലാണ്ട് ലോങ് ടേം ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് മെല്ലെ വിഘടിച്ച് പോകുന്നതുകൊണ്ട്, ലോങ് ടേം ആയി കുറേ ദിവസം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ടോക്സിറ്റി അല്ല. നമ്മൾ സാധാരണ ഇവിടെ കിട്ടുന്നത് 500 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റാണ്. നമുക്ക് 1 ഗ്രാം 2 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കാം. 4 മണിക്കൂർ ഇടവിട്ട് വരെ കഴിക്കാം. ഒരു ദിവസം 8 ടാബ്ലറ്റ് വരെ പാരസെറ്റമോൾ സേഫാണ്. അധികം കഴിച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് ഫൾമിനൻറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സംഭവം വരാം.
ഇങ്ങനെ എത്ര ദിവസം കഴിക്കണം എന്നുള്ള ഒരു ലിമിറ്റ് ഇല്ല. കുറേ ദിവസങ്ങൾ കഴിച്ചാലും ആഴ്ചകളോളം കഴിച്ചാലും ടോക്സിസിറ്റി വരില്ല. പാരസിറ്റമോൾ താരതമ്യേന മറ്റ് ഇതോടൊപ്പം തന്നെ വേറെ NSAID എന്ന് പറയുന്ന വേറെ പെയിൻ കില്ലേഴ്സും പിന്നെ പനിക്ക് കൊടുക്കുന്ന ഗുളികകളുണ്ട്. അവർക്ക് അതിൻ്റെതായ റോളുണ്ട്. പക്ഷേ അവയെക്കാളും അവക്കെല്ലാം നെഫ്രോടോക്സിറ്റി അധികം, കിഡ്നി ടോക്സിറ്റിയാണ് അധികം. പാരസിറ്റമോളിന് ഹെപ്പറ്റോടോക്സിറ്റിയാണ്, ലിവറാണ്. പക്ഷേ മറ്റുള്ളവയെക്കാളും സേഫാണ്. കുറേ കാലം മറ്റുള്ള ഗുളികകൾ കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ പാരസിറ്റമോൾ കുറേ കാലം കഴിച്ചാലും ലിവറിന് ഒരു ഡോസിൽ, ആ ലിമിറ്റഡ് ഡോസിൽ കഴിച്ചാൽ ലിവറിന് പ്രശ്നം വരില്ല. പാരസിറ്റമോൾ സേഫാണ്. ഇത് കൂടാതെ ഇവിടെ പറയുന്നത് പിന്നെ ആളുകൾ ഗൂഗിൾ ചെയ്യരുത്, അസുഖം വന്നാൽ അതിനെപ്പറ്റി സ്വയം ഡയഗ്നോസ് ചെയ്യാൻ നോക്കരുത്. ഒരു ലിമിറ്റ് വരെ ആളുകൾക്ക് സ്വയം ആരോഗ്യത്തെ പറ്റിയും അസുഖത്തെ പറ്റിയും ബോധം ഉണ്ടാവണം. നിങ്ങൾ ഗൂഗിൾ ചെയ്യണം. നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അത് രോഗം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇപ്പോൾ പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ലിവറിന് അസുഖം വരുന്നത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള അസുഖങ്ങൾ വിവരങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ തന്നെ കിട്ടും. നമ്മളൊരു ഡോക്ടർ എന്നുള്ള നിലക്ക് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് അദ്ദേഹം പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപടി ഫോളോ ചെയ്യാനല്ല. നിങ്ങൾ ആരോഗ്യത്തെപ്പറ്റിയും അസുഖത്തെപ്പറ്റിയും മനസ്സിലാക്കി ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് ഡോക്ടർക്ക് വേണ്ട ഇൻപുട്സ് അങ്ങോട്ട് കൊടുത്ത് ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഇൻഫോർമേഷൻസിനെ പറ്റിയുള്ള നിങ്ങൾക്ക് ഡൗട്ടും തിരിച്ച് ചോദിച്ച് അങ്ങനെയുള്ള ഒരു ഡിസ്കഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഡോക്ടേഴ്സും ചെയ്യേണ്ടത്. ഗൂഗിളിൽ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസും ഉണ്ട്, റോങ് ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ റോങ് ഇൻഫർമേഷൻസ് തടയാനായിട്ട് ഗൂഗിളിൽ നിരോധിക്കുകയോ ഗൂഗിൾ നോക്കാതിരിക്കണമെന്ന് പറയുകയോ അതല്ല വേണ്ടത്. നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻസ് കൂടുതലായി നമ്മൾ അങ്ങോട്ട് ഇട്ട് ആളുകളിലേക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് എത്തിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് പിന്നെ ആളുകൾ ഗൂഗിൾ നോക്കരുത്, ഗൂഗിൾ ചെയ്യരുത്, സെൽഫ് ഡയഗ്നോസ് ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആളുകൾ ഇന്ന് നമ്മുടെ അടുത്ത് വരുന്നത് എനിക്ക് ഗ്യാസാണ് അല്ലെങ്കിൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷനാണ് അങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ടാണ്. പിന്നെ പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾ ഡിസീസിനേക്കാളും പിന്നെ നിങ്ങൾക്കുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ, എനിക്ക് വയറുവേദനയുണ്ട്, എനിക്ക് മൂത്രക്കടച്ചിലുണ്ട് അങ്ങനെ പറയണം. അല്ലാതെ ഡയഗ്നോസിസ് എനിക്ക് ഇന്ന അസുഖമാണെന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്കുള്ള ലക്ഷണങ്ങളോ വിഷമങ്ങളോ പറയാണ് വേണ്ടത്. ആ ഒരു പിന്നെ ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് സെൽഫ് ഡയഗ്നോസിസ് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ആരോഗ്യത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലേ നിങ്ങൾക്ക് അതിനുള്ള പ്രതിവിധിയും പിന്നെ ഇതൊക്കെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. പാരസെറ്റമോൾ പോയിസണിനെ കുറിച്ച് പലപ്പോഴും ഈ സൂയിസൈഡൽ ബിഹേവിയറുള്ള ആളുകൾ പാരസെറ്റമോൾ ഓവർ ഡോസേജ് ആയിട്ട് വരാറുണ്ട്, കാഷ്വാലിറ്റിയിലൊക്കെ വരാറുണ്ട്. അവർക്ക് പോലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അത്രയും നമ്പർ ഓഫ് പാരസെറ്റമോൾ, ടോക്സിക് ലെവൽ ഓഫ് പാരസെറ്റമോൾ അത്രയും എണ്ണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 10, 12, 15 ഒക്കെ കഴിക്കുമ്പോഴാണ് അത്രയും ഒരു നേരത്തെ പറഞ്ഞ ലിവർ ഫെയിലറിലേക്ക്, അക്യൂട്ട് ലിവർ ഫെയിലറിലേക്ക് പോകുന്നത്. ഇവർക്കൊരു 5, 6, 7, 8 ഒക്കെ കഴിക്കുമ്പോൾ തന്നെ പലപ്പോഴും അവർക്ക് വോമിറ്റിംഗ് ഒക്കെ വന്ന് അവർ നിർത്തും. പക്ഷേ നമ്മൾ അവരെ മോണിറ്ററിംഗ് പർപ്പസിന് വേണ്ടി കിടത്തും. LFT ഒക്കെ നോക്കി 2 ദിവസം ഒക്കെ ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. പലപ്പോഴും പാരസെറ്റമോൾ പോയിസൺ മൂലം മരിച്ച ഏതെങ്കിലും കേസുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഉപകാരമുള്ള ഒരു ഡ്രഗിന് അനാവശ്യമായ ഭീതി പരത്തുക എന്ന ഉദ്ദേശത്തോട് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തത് പാരസെറ്റമോളിനെ കുറിച്ച് തന്നെയുള്ളതാണ്. അത് ജേക്കബ് വടക്കാഞ്ചേരി അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ പരിപാടിയിൽ അവതരിപ്പിച്ചാണ്. അടുത്ത വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ മൊബൈലില് പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ എന്നൊന്ന് അടിച്ച്, പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ. നിങ്ങൾ ഞെട്ടും. 3 തരം ക്യാൻസർ: ബ്ലഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ. 3 തരം ക്യാൻസർ പാരാസെറ്റമോളിന്റെ ഉപയോഗം കൊണ്ട് ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. ഇദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾ മൊബൈൽ എടുത്ത് പാരസെറ്റമോൾ ബ്ലഡ് ക്യാൻസർ എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്കിലുള്ള പിന്നെ ഇതെടുക്കുക, ലേഖനം നോക്കുക, അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്യുക. അവിടെ കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ പാരസെറ്റമോൾ കഴിക്കുന്നവരിൽ ഇന്ന അസുഖം കൂടുതലാണോ എന്ന് നോക്കിയാൽ അത് കൂടുതലായിരിക്കും. കാരണം അവർ കഴിക്കുന്നത് ആ അസുഖത്തിൻ്റെ അവശതകൾ കൊണ്ടായിരിക്കും ആ പാരസെറ്റമോൾ കഴിക്കുന്നത്.
പാൻ്റ് ഇട്ടവരിൽ ടെസ്റ്റിക്കുലർ ക്യാൻസർ കൂടുതലാണോ ഇന്ത്യയിൽ ഇന്ന് ഒരു പഠനം നടത്തിയാൽ പാൻ്റ് ഇട്ടവർ മിക്കവാറും പുരുഷന്മാരായിരിക്കും, അവർക്കാണ് ടെസ്റ്റിക്കുലർ ക്യാൻസർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ കൂടുതൽ ആണോ ഒരു സ്റ്റഡി നടത്തിയാൽ. പാൻറ്റും ലങ് ക്യാൻസറും ബന്ധവുമില്ല, പക്ഷേ പാൻ്റ് ഇടുന്നവർ കൂടുതലും പുരുഷന്മാരാണ്. ഇന്ത്യയിൽ പുകവലിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്, അങ്ങനെ അവർക്കായിരിക്കും കൂടുതൽ ലങ് ക്യാൻസർ. അങ്ങനെ ഒരു ബന്ധം കാണാം. അതുപോലെ പാരസിറ്റമോൾ കഴിക്കുന്നവരിൽ ബ്ലഡ് ക്യാൻസർ അല്ല ഏത് ക്യാൻസറോ ഏത് അസുഖമോ കൂടുതലാണോ നോക്കിയാൽ അവർ മിക്കവാറും ആ അസുഖത്തിൻ്റെ അവശതകൾ കൊണ്ടായിരിക്കാം, ആ സമയത്തായിരിക്കാം പാരസെറ്റമോൾ കുറേ കഴിച്ചിരിക്കുക, ആ അസുഖത്തിൻ്റെ തുടക്കത്തിലുള്ള അവർക്കുള്ള വിഷമം കൊണ്ട്. ആ കൺഫൗണ്ടിങ് ഫാക്ടർ എന്ന് ഇദ്ദേഹം പറഞ്ഞ ലേഖനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതോടെ വേറൊരു കാര്യം, പിന്നെ ഏതൊരു ആധുനിക വൈദ്യത്തിൻ്റെ ഏതൊരു ട്രീറ്റ്മെൻറ്റ് ക്യൂറിനും ഗുളികയോ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്കും അത് തുടർച്ചയായുള്ള പഠനങ്ങൾ, നമ്മളൊരു ഡ്രഗ് ഇറക്കിയാൽ അത് അവസാനമല്ല. ഡ്രഗ് ഇറക്കി സമൂഹത്തിൽ ആളുകൾ കഴിക്കുമ്പോഴും ആ ഡ്രഗിൻ്റെ ദൂരവ്യാപകമായ പിന്നെ സൈഡ് എഫക്ട്സോ വേറെ പ്രോബ്ലംസോ ഉണ്ടോ എന്നുള്ളത്, ആ ഡ്രഗ് ആക്ച്വലി എഫക്റ്റീവ് ആണോ, ആ ഡ്രഗിൻ്റെ എഫക്റ്റ് നമുക്ക് തോന്നുന്നത് മാത്രമാണോ അതോ ആക്ച്വലി എഫക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ആ ഡ്രഗ് കഴിക്കുന്നവർക്ക് പിന്നീടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കണ്ടിന്യൂസ് സ്റ്റഡി നടക്കുന്നത്. അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആളുകളോട് തുറന്നു പറയുന്നതും ആധുനിക വൈദ്യം മാത്രമാണ്. അടുത്തത് നടി ലെനയുടെ ഒരു വീഡിയോ ആണ്. ഈ അടുത്ത് 24 ന്യൂസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മാജിക് മഷ്റൂം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കര ചർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഈ മഷ്റൂംസ് കഴിച്ച് ഞാൻ ഈ കൊടൈക്കനാലിലെ ഫോറസ്റ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ ഒന്ന് എനിക്കറിയാം, സൈക്കഡെലിക് എന്ന വാക്കിൻ്റെ അർത്ഥം സോൾ റിവീലിംഗ് എന്നാണ്. വാക്കിൻ്റെ അർത്ഥം ആക്ച്വലി ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് കോൺഷ്യസ്നെസ് എക്സ്പാൻഡിങ് അല്ലെങ്കിൽ മൈൻഡ് എക്സ്പാൻഡിങ് സബ്സ്റ്റൻസസ് എന്നാണ്. അപ്പോൾ ഇത്ര ഞാൻ ബുക്കുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് മെഡിറ്റേഷനോട് കൂടിയാൽ ഇതെന്താവും എന്ന് പറഞ്ഞ് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ദൈവം എന്താണ്? എനിക്കറിയണം ദൈവം എന്താണ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്, ഇതൊക്കെ എന്താണ്, നമ്മൾ ഈ കാണുന്നതല്ല ഈ ഫോറസ്റ്റും ഇതെല്ലാം ഇതെന്താണ് എന്നും പറഞ്ഞ് മെഡിറ്റേഷനിലേക്ക് ഇരിക്കുകയാണ് ഉണ്ടായത്. ഇത് ഒരുപാടുണ്ട്. 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സൈക്യാട്രിയെക്കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചും സ്വയം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. സ്വന്തമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ടാണ്, എനിക്കിതിൻ്റെ ഡോസും എഫക്റ്റും ഒക്കെ അറിയാവുന്നത് കൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ടാണ് ഞാനിത് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നു. സോ എന്താണ് എക്സ്പെരിമെൻ്റ്, എന്താണ് ക്ലിനിക്കൽ ട്രയൽ എന്നതിൻ്റെ അടിസ്ഥാന ബോധമില്ലാതെയാണ് ഇതുപോലെ ഒരു ഡോക്ടറും ഇങ്ങനെയല്ല എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി മഷ്റൂം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും മില്ലിഗ്രാമിലോ ml ഒന്നും അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് കണക്കാക്കി എടുക്കും. നമ്മൾ റഫായിട്ട് റോ ആയിട്ട് നമ്മൾ ഈ മഷ്റൂം ഉപയോഗിക്കുന്ന ആളുകൾ റോ ആയിട്ടാണ് നമ്പർ ഓഫ് ഒരു ഡസനോ അര ഡസനോ ഒക്കെ ആയിട്ടാണ് ഈ മഷ്റൂംസ് കൺസ്യൂം ചെയ്യുന്നത്. സോ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു തന്നെ നമുക്ക് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. എന്താണ് മാജിക് മഷ്റൂം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ കാണുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും കാണുന്ന ചില സൈലോസൈബിൻ മഷ്റൂംസ് എന്നൊരു കാറ്റഗറി പെട്ടതാണ്. സൈലോസൈബിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് തരുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത് സൈലോസൈബിൻ നമ്മുടെ ശരീരത്തിലെത്തിയ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ സൈലോസിൻ എന്ന് പറയുന്ന മറ്റൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറുകയും ഇത് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിച്ചിട്ട് ഒരു മൈൻഡ് ആൾട്ടറിങ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ സൈക്കഡെലിക് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഇവർ പറയുന്നത് പോലെ അത് കോൺഷ്യസ്നെസ് എക്സ്പാൻഡിങ് എന്നോ അങ്ങനെയുള്ള ആത്മീയ അർത്ഥങ്ങളിലേക്കൊന്നും അത് പോകുന്നില്ല. ജസ്റ്റ് മൈൻഡ് ആൾട്ടറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മൂഡ് പെട്ടെന്ന് എലിവേറ്റഡ് ആവും. കാരണം ഇത് സെറോട്ടോണിൻ റിസപ്റ്റേഴ്സിൽ തന്നെ നേരിട്ട് ആക്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ നമ്മുടെ ചേഞ്ചുകൾ വരുത്തുകയും ചെയ്യും. നമ്മുടെ മൂഡിൽ, നമ്മുടെ യൂഫോറിയ എന്ന് പറയുന്ന ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ളൊരു മൂഡിലേക്ക് പോകുന്നു. പെർസെപ്ഷൻ മാറുകയാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് കാഴ്ചയിൽ മാത്രമല്ല, നമ്മുടെ തലച്ചോറ് കൈകാര്യം ചെയ്ത് നമുക്കൊരു പിക്ചർ തരുന്നത് വേറെ രീതിയിലായിരിക്കാം. അതിൽ ചില ഹാലൂസിനേഷൻസ് പോലെയുള്ള അനുഭവങ്ങൾ വരാം. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു ഇമേജ് നമുക്ക് ഔട്ടർ സ്പേസിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതായിട്ട് തോന്നാം. ഇത്തരത്തിലുള്ള പെർസെപ്ച്വൽ എക്സ്പീരിയൻസുകൾ വരാം. തോട്ട് പ്രോസസ്സിൽ അടിമുടി മാറ്റങ്ങൾ വരാം. കാരണം തോട്ട്സ് ഇതെല്ലാം കണക്റ്റഡാണ്. പെർസെപ്ഷനായിട്ടും മൂഡുമായിട്ടും ഒക്കെ നമ്മുടെ ചിന്തകൾ കണക്റ്റഡാണ്. തോട്ട് പ്രോസസ്സിൽ മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരാം. ചില ആളുകൾക്ക് ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടാകും.
അതായത് ഇപ്പം നമ്മുടെയൊക്കെ ഞാനെന്ന് പറയുന്ന ഒരു ബോധം എൻ്റെ ശരീരത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ എനിക്ക് ചുറ്റുപാടുകളുമായിട്ടൊരു ബൗണ്ടറി അതിനകത്തുണ്ട്. ചുറ്റുപാടുകളിലേക്ക് പോകുന്നില്ല. ഞാൻ എന്നുള്ള ബോധം എൻ്റെ ശരീരത്തിനൊപ്പം എപ്പോഴും എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ആ ശരീരത്തിൻ്റെ അകത്ത് നിൽക്കാതെ അത് മൊത്തത്തിലൊന്ന് ആ ബൗണ്ടറി പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാവുന്നതും ഞാനെന്ന് പറയുന്ന എൻ്റെ ബോധം, കോൺഷ്യസ്നെസ് എന്നൊക്കെ ഈ ആത്മീയക്കാർ പറയുന്ന ആ ഒരു ഐഡിയ അതിങ്ങനെ പരക്കാൻ തുടങ്ങുകയും അതൊരു പക്ഷേ പ്രപഞ്ചം മൊത്തം പരക്കുകയും അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ഒന്നാവുകയൊക്കെ ചെയ്യുന്ന പല അനുഭൂതികളൊക്കെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും ആത്മീയക്കാർ ഇതിനെ അല്ലെങ്കിൽ ആത്മീയതയായിട്ടും അല്ലെങ്കിൽ ധ്യാനവുമായിട്ടൊക്കെ കണക്റ്റഡായിട്ട് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിൻ്റെ എക്സ്പെരിമെൻറ്റേഷനൊക്കെ നേരത്തെ പറയുന്ന രീതിയിൽ ചെയ്യുന്നത്. സാധാരണ ഇത് തലച്ചോറിൽ സംഭവിക്കുന്ന തലച്ചോറിൻ്റെ പല ഭാഗങ്ങളെയും സജീവമല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് ആ ഡ്രഗിൻ്റെ എഫക്റ്റ് കഴിയുന്ന സമയത്ത് തിരിച്ച് നമ്മളെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇറക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഇപ്പം മദ്യപാനവും പുകവലിയും പോലെ അത്ര ദോഷമുള്ള കാര്യങ്ങളല്ല, കഞ്ചാവാണെങ്കിലും LSD ആണെങ്കിലും മഷ്റൂം ആണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് പുതിയ ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. തികച്ചും അപകടകരമാണ്. എല്ലാ ലഹരി വസ്തുക്കളും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ തലച്ചോറിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെയേറെ ഇപ്പോൾ സൈക്കോസിസ് പോലുള്ള കണ്ടീഷൻസിലേക്ക് അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗങ്ങളിലേക്ക് പോകാനും ആത്മഹത്യ പ്രദാനം ചെയ്യാനും ഒക്കെയുള്ള ആത്മഹത്യാ ചിന്തകളിലേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഏത് ലഹരി വസ്തുവാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അത് അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് പറയാനുള്ളത്. ഇത്തരം കെമിക്കലുകൾക്ക് പിന്നെ നമ്മുടെ മൈൻഡിനെ ആൾട്ടർ ചെയ്യാനുള്ള കഴിവ് തന്നെ മൈൻഡ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിന് പുറത്തല്ല. മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ്. ന്യൂറോണുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് മൈൻഡ് എന്നുള്ളത് കാണിക്കുന്നു. അടുത്ത വീഡിയോ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറുടെ കാര്യമാണ്. പുള്ളി മൊബൈൽ ഫോൺ റേഡിയേഷനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിലേക്ക്. ഒരു കാരണവശാലും മൊബൈൽ ഫോൺ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കുറച്ച് നേരം പോലും വെക്കരുത്. ഈ മൊബൈൽ ഫോൺ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത്, വർത്തമാനം പറയാത്ത സമയത്ത് കൂടി അതിൽ നിന്ന് വേവ്സ് അതിൻ്റെ ടവറിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മളറിയില്ല. ഈ റേഡിയോ വേവ്സ് ഇവിടെ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ശക്തിയുള്ള വേവ്സ് ആയിരിക്കും. ഈ വേവ്സ് ഡിവൈഡിങ് സെല്ലുകളുള്ള ടെസ്റ്റിസിനെയാണ് കൂടുതൽ ബാധിക്കുക. ഒരുപാട് നേരം ഒരേ ഇരിപ്പിരിക്കരുത്. കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ താഴ്വശം ചൂടാവുകയും ചെയ്യും. അപ്പോൾ 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ ഒന്ന് നടന്നു വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ ജോലി ചെയ്താൽ, പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഗൾഫിലും മറ്റൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ ചൂടിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് കുറയും. ആളുകൾക്ക് പൊതുവെയുള്ള പേടിയാണ് പിന്നെ സ്പേം കൗണ്ട് കുറയുമെന്നുള്ളത്. നമ്മുടെ വൃഷ്ണങ്ങൾ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളത് തന്നെ അവർക്ക് ഈ സ്പേംസ് ഉണ്ടാകുന്നതിന് കുറച്ച് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ നല്ലതാണ് എന്നുള്ള ഒരു പ്രത്യേകതയുള്ളതുകൊണ്ടാണ്. അതേസമയം നമ്മുടെ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ നമുക്ക് പുറത്ത് എത്ര പിന്നെ ആംബിയൻ ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല. നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വൃഷ്ണത്തിലായാലും നമ്മുടെ ബോഡിയുടെ പുറത്തായാലും. ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് വൃഷ്ണങ്ങളിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ ഉണ്ട്. അതുമാത്രമല്ല അതിന് ചുറ്റും മസിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൺട്രാക്ഷനും റിലാക്സേഷനും ബ്ലഡ് സപ്ലൈ കൂട്ടിയും കുറച്ചൊക്കെ ആംബിയൻ ടെമ്പറേച്ചറിനനുസരിച്ച് വൃഷ്ണങ്ങളിലുള്ള ടെമ്പറേച്ചർ ബോഡി അതാത് നിമിഷം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ചില പഠനങ്ങൾ കാണിക്കുന്നത്, ഇത് പറഞ്ഞതൊക്കെ പിന്നെ പഠനങ്ങൾ വഴി തെളിയിച്ചതല്ല, കുറച്ചൊക്കെ അനുമാനങ്ങളും കുറച്ചൊക്കെ പഠനങ്ങൾ കാണിക്കുന്നതാണ്. ഉഷ്ണരാജ്യങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് സ്പേം കൗണ്ട് കുറഞ്ഞ് കാണുന്നുണ്ട് എന്നുള്ള പഠനങ്ങൾ ഉണ്ട്. അതും എത്ര നേരം എക്സ്പോഷർ അങ്ങനെയുള്ള കൃത്യമായ പഠനങ്ങളല്ല. ഇപ്പം ചൂടുള്ള മുറിയിൽ പണിയെടുക്കുന്നവർ, പിന്നെ എൻജിനുകളുടെ അടുത്ത് പണിയെടുക്കുന്നവർ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യം ഇത്ര സമയം എക്സ്പോഷർ ഉള്ളവർ. അപ്പോൾ ഓരോ കാര്യം പഠനം നടത്താൻ വിഷമമാണ്. കാരണം കുറേ ആളുകൾ അവരുടെ എക്സ്പോഷർ മാറും, കുറേ ആളുകൾ പഠനം നടത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ഓരോ കാര്യവും ചില തെളിവുകൾ വെച്ച് എക്സ്ട്രാപോലേഷനാണ് കൂടുതലും. അതിലുള്ള ഒരു റെക്കമെൻഡേഷൻ, നമ്മളിപ്പം സ്പേം കൗണ്ടിനെ പറ്റിയുള്ള ജനറൽ റെക്കമെൻഡേഷൻ നോക്കിയാൽ, അംഗീകൃത വെബ്സൈറ്റ്സിലുള്ള റെക്കമെൻഡേഷൻ നോക്കിയാൽ, ലാപ്ടോപ്പ് മടിയിൽ വെച്ച് പണിയെടുക്കുന്നത് സ്പേം കൗണ്ട് കുറക്കുന്നുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട്.
കുറച്ചേക്കാം എന്നുള്ള ഒരു ഇതാണ്, കുറക്കും എന്നല്ല. അപ്പോൾ ലാപ്ടോപ്പിന് ലാപ്ടോപ്പ് കൈകാര്യം ചെയ്യുന്നവർക്കറിയാം അത് ചൂടാവുന്ന സാധനമാണ്. പിന്നെ അതിന് കുറേ നേരത്തെ അതിൻ്റെ റേഡിയേഷൻ കൊണ്ടല്ല, അതിൻ്റെ പ്രോസസ്സറിൻ്റെ പ്രവർത്തനം കൊണ്ട്, അതേപോലെ അതിന് ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെയും പ്രവർത്തനം കൊണ്ട് അത് ചൂടാവും. അപ്പോൾ ലാപ്ടോപ്പിൽ ഫാൻ ഉണ്ടാവും, ഹീറ്റ് സിങ്ക് ഉണ്ടാവും. ഈ ചൂട് അതിൻ്റെ ഉള്ളിൽ കുറക്കാനായിട്ട്, അതിൻ്റെ ചൂട് പുറന്തള്ളാനായിട്ട് അതിന് ഈ ക്രമീകരണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ലാപ്ടോപ്പ് കുറേ നേരം മടിയിൽ വെച്ചാൽ നിങ്ങൾക്കറിയാം പിന്നെ നിങ്ങളെ ദേഹം ചൂടാവുന്നതല്ല, നമ്മളെ സ്കിന്നിലേക്ക് അധികം ദേഹം ചൂടാവുന്നില്ല. സ്കിൻ ഏറ്റവും പുറത്തുള്ള സ്കിൻ മാത്രമേ ചൂടാവുന്നുള്ളൂ. ദേഹത്തിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ദേഹം അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ചൂട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മൊബൈൽ ഫോൺ നിങ്ങളെ പോക്കറ്റിലോ പാൻറ്റിൻ്റെ പോക്കറ്റിലോ വെച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചൂട് തോന്നിയിട്ടുണ്ടോ? മൊബൈൽ ഫോണിലെ ഫാന് കറങ്ങുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫാൻ ഇല്ല. ഈ മൊബൈൽ ഫോണിൽ പ്രോസസ്സറിന് ഹീറ്റ് സിങ്ക് ഇല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോഴൊന്നും മറ്റേതും തമ്മിൽ അങ്ങനെ ഇത് ചെയ്യരുത്, രണ്ടും തമ്മിൽ ബന്ധമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ അത് റേഡിയോ വേവ്സ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. നമ്മുടെ ഈ വിസിബിൾ ലൈറ്റ് ഇതും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ തരംഗ ദൈർഘ്യം കുറഞ്ഞാൽ അത് ഭയങ്കര എനർജറ്റിക് റേഡിയേഷനാണ്. തരംഗ ദൈർഘ്യം കൂടുന്നതോറും അതിന് എനർജി ഇല്ലാത്ത റേഡിയേഷൻസാണ്. ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് ഗാമ റേസ് ആണ്. അതിനുശേഷം വരുന്നത് അതിനെക്കാണി കുറച്ചുകൂടി കൂടിയത്, അതായത് അധികം ഇതില്ലാത്തത് ഇതാണ് ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്. അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 400 നാനോമീറ്റർ വരെയാണ് അതിൻ്റെ തരംഗദൈർഘ്യം. അതിനുശേഷം 400 മുതൽ 800 നാനോമീറ്റർ വരെയാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്, നമ്മളിപ്പോഴും കാണുന്ന ലൈറ്റ്. അതിനുശേഷം വരുന്നതാണ് ഇൻഫ്രാറെഡ്. അതൊന്നും വളരെ വളരെ വീക്കായ റേഡിയേഷൻ. അതിനുശേഷമാണ് മൈക്രോവേവ്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോവേവ്സിൻ്റെയൊക്കെ വേവ്സ്. അതിനുശേഷമാണ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിൻ്റെ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ, 1 കിലോമീറ്ററൊക്കെയാണ്. വളരെ വലിയ തരംഗദൈർഘ്യം, അതായത് എനർജി തീരെ ഇല്ലാത്ത ഒരു വേവ്സാണ് ഈ റേഡിയോ വേവ്സ്. അതാണ് മൊബൈൽ ഫോണിലും റേഡിയോയിലും റഡാറിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തീരെ ഒരു പ്രശ്നമില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് വളരെ വളരെ എനർജറ്റിക്കാണ്, ഈ സൺലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാശം. അപ്പോൾ അത് പറയുന്നത് വളരെ മണ്ടത്തരമാണെന്ന് കൂടി കൂട്ടിച്ചേർക്കാമെന്ന്. അടുത്തത് ഒരു ഫേസ്ബുക്കിലൊക്കെ വളരെയധികം റീച്ച് പോയൊരു വീഡിയോ ആണ്. കുട്ടമശ്ശേരി വൈദ്യരുടെ മാജിക് എന്നാണ് ആ വീഡിയോൻ്റെ പേര്. ഒരു വൈദ്യരാണ്, അദ്ദേഹത്തിന് അടുത്ത് ചികിത്സയ്ക്ക് പോയ കുറച്ച് പേരുടെ ഒരു അനുഭവ സാക്ഷ്യം വെച്ചുള്ളൊരു വലിയ വീഡിയോ ആണ്. ഇതൊരു വളരെ ചെറിയ പാർട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 3 ദിവസം വന്നത്. ഞാൻ ഒരാളെ പിടിച്ചിട്ടാണ്, എൻ്റെ ഭാര്യനെ പിടിച്ചിട്ടാണ് ഞാൻ വണ്ടി വെച്ചത്. അപ്പോൾ എനിക്ക് ശരിയായിട്ട് നിൽക്കാം, എല്ലാം ചെയ്യാം. ഇവിടെ തൃപ്പൂണിത്തറ ഇവിടെയൊക്കെ കിടന്ന് തിരുമിയതാണ്, പക്ഷെ അന്നൊന്നും മാറിയിട്ടില്ല. ഇപ്പൊ വന്നതിലൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് ആള്. ഇതൊന്ന് അനുഭവ സാക്ഷിയാണ്. ആളുകളെ നിർത്തി എനിക്കിതുണ്ടായിരുന്നു. നമുക്കറിയാം മറ്റേ പിന്നെ ഈ ഡാൻസ് വീഡിയോസൊക്കെ കാണാറുണ്ട്. ഡാൻസ് എന്ന് വെച്ചാൽ പാതിരി കയ്യിൽ തലവെക്കുന്നു, ഇവർ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഉണ്ട്. എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല, ഇയാൾ തലയിൽ കൈ വെച്ചപ്പോൾ കണ്ണ് കാണാൻ തുടങ്ങി എന്നൊക്കെയുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അനുഭവ സാക്ഷ്യങ്ങൾ വെച്ച് നമുക്ക് പിന്നെ ഒരു കാര്യം സമർത്ഥിക്കാൻ വിഷമമാണ്. ആദ്യം ഞാൻ തിരുമലിനെ കുറിച്ച് പറയാം. തിരുമൽ പിന്നെ ഒരു കൗണ്ടർ ഇറിറ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നരവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ നരവുകൾ എന്ന് വെച്ചാൽ ടച്ച്, പെയിനൊക്കെ നമുക്ക് സെൻസേഷൻ തരുന്ന നരവുകൾക്ക് കൊളാട്രൽ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെൻസേഷൻ. നമ്മളൊരു സ്ഥലത്ത് തൊട്ടാൽ അവിടുന്ന് നരവിൻ്റെ സിഗ്നൽ പോകുമ്പം അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന നരവുകളെ അത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു നടുക്കുള്ള നരവിന്ന് പോസിറ്റീവ് സിഗ്നലും അതിന് ചുറ്റുമുള്ള നരവുകളിൽ നിന്ന് നെഗറ്റീവ് സിഗ്നലും കിട്ടും. അപ്പോൾ ഈ നടുക്കുള്ളതിനെ കുറച്ചും കൂടി ക്ലിയറായി കാണിക്കും. നമുക്ക് ലൊക്കേഷൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പെയിൻ സിഗ്നലാണ് പോകണമെങ്കിൽ അതിന് ചുറ്റുമുള്ള പെയിൻ്റെ നരവിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. കൊളാട്രൽ അതിന് ചുറ്റുമുള്ള നരവുകളെ ഇൻഹിബിറ്റ് ചെയ്യും, അവിടെയുള്ള പെയിൻ കുറക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു മുറിവ് വന്നു എന്ന് വെക്കുക. അപ്പോൾ
മുറിവിൻ്റെ വേദന സഹിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് അപ്പുറം ഇപ്പുറമായിട്ട് നിങ്ങൾക്ക് നന്നായി നുള്ളാം, അല്ലെങ്കിൽ ഒരു നീഡിലെടുത്ത് കുത്താം, ഇങ്ങനെയുള്ള ചികിത്സയുണ്ട്. നീഡിലെടുത്ത് കുത്തുന്ന ചികിത്സയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചൂട് പിടിക്കാം, അവിടെ തടവാം, മുറിവിൻ്റെ മേലെ തടവണ്ട, ചുറ്റും തടവാം. അപ്പോൾ ഇതൊക്കെ പോകുന്നത് കൊണ്ട് ഈ പിന്നെ നരവുകളിൽ നിന്ന് പോകുന്ന സിഗ്നൽ ആ മുറിവിലുള്ള അതിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് നിങ്ങൾ നീഡിലെടുത്ത് കുത്തുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള നരവിനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ ഈ പെയിൻ നിങ്ങൾക്ക് കുറച്ച് കുറയാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ ഈ കൊളാട്രൽ ഇൻഹിബിഷൻ നമുക്കൊരു കൗണ്ടർ ഇറിറ്റൻ്റ് ആയിട്ട് നമുക്ക് പലതിനും യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം തടവുന്നത് കൊണ്ട് അവിടെ ചതവ് വേഗം സുഖമാകുകയോ പിന്നെ ആക്ച്വൽ ഡിസീസ് ഭേദപ്പെടുകയോ ചെയ്യുന്നില്ല. നമ്മൾ പാരസെറ്റമോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സിംറ്റം കവർ ചെയ്യുന്നേ ഉള്ളൂ, നമ്മളെ അവിടെയുള്ള വിഷമം നമുക്ക് കുറയുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു അസുഖത്തിന് പാരസെറ്റമോൾ കൊടുത്താൽ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളും മൂടി വെക്കുന്നേ ഉള്ളൂ, അതിൻ്റെ ആക്ച്വൽ ബാക്ടീരിയയോ അതിനെ കൊല്ലുന്നില്ല. മിക്കവാറും നമ്മളെ ബോഡി തന്നെ സ്വയം സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും മുറിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചുറ്റും കൗണ്ടർ ഇറിറ്റേഷൻ കൊടുത്താൽ നമുക്കതിൻ്റെ പെയിൻ കുറേ നേരത്തേക്ക് കുറയാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് തടവുന്നത് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. മാത്രമല്ല ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളും തടവലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മയോസൈറ്റിസ് ഓസിഫിക്കാൻസ്. നമ്മൾ എവിടെയെങ്കിലും ഈ പിന്നെ മസിലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അവിടെ തടവിയാൽ ചിലപ്പം ഈ മസിലിലേക്ക് ബോൺ ഗ്രോ ചെയ്യും. അതൊക്കെ മസിൽ ഉറച്ചു പോവാൻ സാധ്യതയുണ്ടാക്കും. അങ്ങനെയുള്ള രോഗികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ തടവ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്. അതുപോലെ തടവിയത് കൊണ്ട് വേറെ ഡിസ്ലൊക്കേഷനോ അങ്ങനെയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് തടവിൻ്റെ വശം. അതിൽ നിന്ന് അവർ പോകുന്നത് പിന്നെ ഈ മാനിപ്പുലേഷനിലേക്കാണ്. ഈ പിന്നെ നിങ്ങൾക്ക് ഈ കുട്ടികളെ ടോയ് കാണുന്നുണ്ടാവില്ല, ഒരു സ്റ്റിക്കിന് മേലെ ഇങ്ങനെ ഈ വട പോലുള്ള പ്ലാസ്റ്റിക് ഇത് നമ്മളെ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത്, അതുപോലുള്ളതാണ് നമ്മൾ സ്പൈൻ. ആ നടുക്കുള്ള കുറ്റിയില്ല, അതിന് പകരം ഈ പ്ലാസ്റ്റിക് വടകൾ തമ്മിൽ ജോയിൻസ് ആണ്. 3 ജോയിൻറ്റ്, ഓരോ വടയും അങ്ങോട്ടും ഇങ്ങോട്ടും 3 ജോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിടിച്ച് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താലും മിക്കവാറും ചെറിയ പ്രശ്നം വലിയ പ്രശ്നം വലിയൊരു നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലായനിയിൽ നിന്നും ഒന്ന് മാത്രം വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടായിട്ട് വെച്ചിരിക്കുന്ന കുറേ വടകൾ കുലുക്കിയിട്ട് എല്ലാം നേരെ ഒന്നിച്ച് കറക്റ്റായിട്ട് ശരിയാക്കി വെക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഓരോന്നും മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കേണ്ട സ്ഥലത്ത് മൊത്തം കൂടി കുലുക്കി കറക്റ്റ് നേരെ അലൈൻമെൻറ്റ് വരുത്താൻ പറ്റുമെന്ന് പറയുന്നത് ഒരു അതിശയോക്തി കലർന്നാണ്. അങ്ങനെ മാറുമെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് മുന്നോട്ട് വെക്കുന്ന അവരുടെ ബാധ്യതയാണ്. നമുക്ക് ചില കേസസ് അറിയാം. നമുക്കിപ്പം ബാർബർ ഷോപ്പിലൊക്കെ കഴുത്തൊക്കെ പിടിച്ച് തിരിക്കുന്നവരുണ്ട്. അങ്ങനെ അതിൽ പെട്ട് ക്വാഡ്രിപ്ലീജിയ എന്ന് വെച്ചാൽ എല്ലാ പിന്നെ കൈ കാലുകൾ തളർന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മാനിപ്പുലേഷനും ഈ ബാർബർ ഷോപ്പുകളിലെ മാനിപ്പുലേഷനും ഒക്കെ ഡേഞ്ചറസ് ആണ്. അതിന് തലവെച്ച് കൊടുക്കുന്നതും സ്പൈൻ വെച്ച് കൊടുക്കുന്നതും. അടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസിലൊരു ചർച്ചയാണ്. അത് മാനസികാരോഗ്യത്തിനെ കുറിച്ചുള്ളതാണ്. അവർ ചോദിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറോടാണ്. നമുക്ക് ആ വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ. എന്താണ് മാനസികാരോഗ്യം എന്ന് വിശദീകരിച്ചത്? മാനസികാരോഗ്യം എന്ന് പറയുന്നത് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിലും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഒരു സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിനാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയത്തെ മനസ്സിലാക്കണോ അതിന് വേണ്ടതാണ് ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ കണ്ണുകൊണ്ട് അറിയുന്നൊരു വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണിലുള്ള ഇന്ദ്രിയമുണ്ടാകും. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ തിരിച്ചറിയുന്നു, അതിന് സ്വസ്ഥത ഉണ്ടാകണം. അതുപോലെ ആത്മീയമായതെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആത്മാവിൻ്റെ സങ്കല്പങ്ങളുണ്ട്. മനസ്സും ആത്മാവും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആത്മീയ ശക്തി ഉണ്ടാകും. അത് തന്നെയാണ് മനസ്സിനും. അപ്പോൾ മനസ്സിന് തന്നെ 2 ദോഷങ്ങളുണ്ട്, രജസ്സും തമസ്സും. അത് രണ്ടിൻ്റെയും സമാവസ്ഥ ഉണ്ടാകുന്നതാണ്. അതിൽ ഏറ്റവും ഫലപ്രദമായിരിക്കുന്ന സത്വം എന്ന് പറയുന്ന ഗുണമാണ്. ഇത് രണ്ടിൻ്റെയും ദോഷങ്ങൾ പരിഹരിക്കുമ്പോൾ സത്വബലം കൂടുതലാവും. ഇതാണ് മാനസികാരോഗ്യത്തിൻ്റെ. ഇപ്പോൾ ഇത് ഇദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണെന്ന് പറയുന്നു. ആയുർവേദ ഡോക്ടറാണ്, കോട്ടയ്ക്കൽ വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ശാസ്ത്രപൂർവമായിട്ടുണ്ടായ ഒരു അബദ്ധധാരണകൾ തന്നെയാണ് മാനസികാരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് ഇദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നത്. പണ്ട് നമുക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ധാരണ ശരീരവും മനസ്സും ആത്മാവും ഇങ്ങനെ 3 എൻറ്റിറ്റികളാണെന്നും ഇവ തമ്മിൽ എന്തോ ഒരു പ്രത്യേക ഒരു അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ് ഹെൽത്ത് എന്ന് പറയുന്ന, ആരോഗ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്.
ഇതിനകത്ത് എന്തെങ്കിലും ഒരു തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുന്ന സമയത്ത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ അസുഖങ്ങൾ വരാം. പിന്നെ ത്രിദോഷ സങ്കല്പം അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇവിടെ ആധുനിക ശാസ്ത്രം ഇന്ന് ന്യൂറോ സയൻസിൽ നിന്ന് ഒരുപാട് ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സ് അല്ലെങ്കിൽ തലച്ചോറിനെ മനസ്സിലാക്കുന്നതിൽ നമുക്കറിയാം, ഇന്ന് മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഫങ്ഷണൽ എൻറ്റിറ്റി ആയിട്ടാണ് ഇന്ന് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കുന്നത്. അതായത് ഹൃദയമിടിപ്പ് പോലെ, നമ്മൾ ഹൃദയം ഉണ്ട്, ഹൃദയമിടിപ്പ് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷേ ഹൃദയത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഹൃദയമിടിപ്പ് ഉണ്ടാകുന്നത് പോലെ തലച്ചോറിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു ഫങ്ഷണൽ എൻറ്റിറ്റിയാണ് നമ്മൾ മനസ്സ്, മൈൻഡ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ഫീൽ ചെയ്യുന്നു, അനുഭവിക്കുന്നു കാര്യങ്ങൾ, വികാരങ്ങൾ ഉണ്ടാകുന്നു, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പരിണാമത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു ഫങ്ഷണൽ പ്രോഡക്റ്റാണ് മനസ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ന്യൂറോണുകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. കോടിക്കണക്കിന് ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോണുകൾ തമ്മിൽ നാഡീബന്ധങ്ങളുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഓരോ ന്യൂറോണിൽ നിന്നും മറ്റേ ന്യൂറോണിലേക്ക് മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ മസ്തിഷ്കമാണ് മനസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്നത്. മാനസിക രോഗങ്ങളെയും ആധുനിക ശാസ്ത്രം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ നോർമലായിട്ടുള്ള ന്യൂറോണുകളുടെ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന അപാകതകളാണ് ഡിപ്രഷനായിട്ടും മാനിയയായിട്ടും സ്കിറ്റ്സോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡർ, OCD ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങളായിട്ടും പ്രത്യക്ഷപ്പെടുന്നത്. സോ അതിൻ്റെ ചികിത്സകളും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തലച്ചോറിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അപാകതകളെ കറക്റ്റ് ചെയ്യാനാണ് മിക്ക സൈക്യാട്രിക് മെഡിക്കേഷൻസും അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ആത്മീയതയെ എപ്പോഴും കൂട്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആത്മാവിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. ആത്മാവ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഒരു സോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ഒരു ബോധമുണ്ട്. അങ്ങനെ ഒരു ബോധമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് നമ്മുടെ മസ്തിഷ്കം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു ചിന്തയാണ്. യാഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു എൻറ്റിറ്റി ഒന്നുമില്ല. നമ്മുടെ മസ്തിഷ്കം ഉണ്ടാക്കുന്ന ഒരു ഫങ്ഷണൽ എൻറ്റിറ്റിയാണ് ഞാൻ എന്ന് പറയുന്ന ബോധം. ഇതിനെയാണ് പലപ്പോഴും ആത്മാവായിട്ട് ഒക്കെ പറയുന്നത്. ഈ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശരീരം ഈ സ്പേസിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മേലെ നിൽക്കുന്നു, എൻ്റെ ശരീരം താഴെ കിടക്കുന്നു. ഞാൻ എന്ന് പറയുന്ന ബോധം അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിലുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള സോള് എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ശരീരത്തെ പുറത്ത് നിന്ന് വീക്ഷിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഇങ്ങനെ വരാം. പല നേരത്തെ പറഞ്ഞ മാജിക് മഷ്റൂം പോലെയുള്ള സൈക്കഡെലിക് സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വരാം. ചില ധ്യാന പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി മാറ്റിമറിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അനുഭവങ്ങൾ വരാം. നേരത്തെ അഞ്ജലി സൂചിപ്പിച്ച പോലെ ടെമ്പറൽ എപ്പിലെപ്സി പോലെയുള്ള കണ്ടീഷൻസിൽ ഈ രീതിയിലുള്ള ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ വരാം. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രതിഭാസങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ആത്മാവ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. ആത്മാവ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. ശരീരവും മനസ്സും അൾട്ടിമേറ്റ്ലി അത് ഒരു എൻറ്റിറ്റി തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശരീരം, മനസ്സ് എന്നൊക്കെ നമ്മൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് മനസ്സ് എന്ന് പറയുന്നു, ബാക്കി പ്രവർത്തനങ്ങളെ ശാരീരിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഇദ്ദേഹം ശാസ്ത്രപൂർവമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യം തന്നെയാണ് 21ാം നൂറ്റാണ്ടിലും ഇങ്ങനെ ചാനൽ ചർച്ചയിലൊക്കെ പൊതുസമക്ഷത്തിൽ പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടുത്ത വീഡിയോ ഒരു കീമോതെറാപ്പി ഇല്ലാണ്ട് തന്നെ ക്യാൻസർ ഇല്ലാതാക്കുന്ന തങ്കച്ചൻ വൈദ്യരുടെ വീഡിയോ ആണ്. അടുത്ത വീഡിയോയിലേക്ക് പോകും. ക്യാൻസർ മാറുമെന്നുള്ള ഉറപ്പാണോ? ക്യാൻസർ മാറും ഉറപ്പല്ല ഈ നിൽക്കുന്നൊക്കെ. ഇവർക്ക് ക്യാൻസർ 100% മാറും. കീമോ ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് തളർച്ച വന്നു. അതിന് ശേഷമാണ് ഞാൻ തങ്കച്ചൻ വൈദ്യരുടെ അടുത്ത് വന്ന് മരുന്ന് കുടിച്ചത്. അതിന് ശേഷം എനിക്ക് പിന്നെ 2-3 മാസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നു. മൂത്രസഞ്ചിയിൽ ക്യാൻസർ ആയിട്ടുള്ള ഒരു എന്തോ കണ്ടതായി ഡോക്ടർ പറയുന്നു. അങ്ങനെ അത് ക്യാൻസർ ആണെന്ന് തെളിയിക്കപ്പെടുന്നു. അതിനുശേഷം തങ്കച്ചൻ വൈദ്യരുടെ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് വെള്ളം കുടിച്ചല്ലേ? വെള്ളം കുടിച്ച് അത് കഴിക്കേണ്ട രീതി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്തു പൂർണ്ണമായി മാറി എന്ന് പറയുന്നു. അതിനുശേഷം മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ഒരു കുഴപ്പമില്ല. എന്നോട് പലവട്ടം ചോദിച്ചു എന്താണ് കഴിക്കുന്നത്, എന്താണ് ഈ രോഗി കഴിക്കുന്നത് എന്നെ ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇനി ഞാൻ പറയൂ. ഇന്ന് വൈദ്യുതി ഇനി ഇപ്പൊ മാർച്ച് 11 എനിക്ക് ആദ്യം ബേബി മോറും തിരിച്ചു മറക്കും ചോദിച്ചു എന്താണ് കഴിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യമാണ് പറയുന്നത്. ഇതൊരു സ്ട്രക്ചേർഡ് വീഡിയോ ഷൂട്ടാണ്. ശരിക്കും കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി അനുകൂലമായി പറയുന്ന കുറച്ച് ആൾക്കാർ. അതിൽ ആദ്യം പറഞ്ഞ സ്ത്രീ പറഞ്ഞത്
കീമോ എടുത്ത ശേഷം ശരീരം വീക്കായി. 3-4 മാസം കീമോ എടുത്തു, അതിനുശേഷം ശരീരം വീക്കായി. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. കീമോ എടുത്താൽ വീക്കാവുന്നുള്ളത് ശരിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ സെല്ലും നശിക്കും, കുറച്ച് നല്ല വീക്ക്നെസ് തന്നെ ഉണ്ടാവും. പക്ഷേ അത് റിക്കവർ ചെയ്യും, അത് അടുത്ത റെസ്റ്റിംഗ് പീരീഡിൽ അത് റിക്കവർ ചെയ്യും. അതുകൊണ്ടാണ് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിച്ച ഉടനെ, അതായത് കീമോ എടുത്ത ഉടനെ ഇവിടെ അടുത്തേക്ക് പോയി. ഇപ്പം ഏതാണ് എഫക്റ്റ് ചെയ്തത്? എസെൻഷ്യലി ആ കീമോ ആണ് വർക്ക് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ മാറിയിട്ടുണ്ടെങ്കിൽ കീമോ ആണ് വർക്ക് ചെയ്തത്. അതാണ് ആദ്യത്തേതിൽ പറയാനുള്ളത്. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞത്, അവർ ഒരു സിസ്റ്റോ അങ്ങനെ എന്തോ ഒരു സ്പോഞ്ചി സാധനം കണ്ടു, അവരത് അനുമാനിച്ചു അതൊരു ക്യാൻസറാണെന്ന്. ഒരു പ്രോപ്പറായ ഡയഗ്നോസിസ് അവിടെ നടന്നിട്ടില്ല. അത് ഫുള്ള് കേട്ടാൽ അറിയാം. ഇത് നമ്മളൊരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് ഒരുപാട് മണ്ടത്തരങ്ങളിലൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവർ തന്നെ ഈ വീഡിയോ കണ്ടതുകൊണ്ട്, ഇദ്ദേഹം ചെയ്യുന്ന ഈ പച്ചില മരുന്നിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് അത് സ്വന്തം അങ്ങ് ട്രീറ്റ്മെൻറ്റും തീരുമാനിച്ചു, കഴിച്ചു. എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ കഴിച്ചത്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പാരലായി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവസാനം പറയുന്നു, ഇനി 11-ാം തീയതി ബേബി മെമ്മോറിയലിൽ പോകണം. ബേബി മെമ്മോറിയൽ എന്നുള്ളത് എനിക്കറിയില്ല, എവിടെയുള്ള കണ്ണൂർ ഏരിയയിലുള്ള ഏതൊരു ഹോസ്പിറ്റലാണ്, ആവണം, മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റൽ. അത് പാരലായി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഇതുകൂടി നടക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഈ സ്ത്രീ വിചാരിച്ചിരിക്കുന്നത് ഈ പച്ചിലയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ക്യാൻസർ മാറി എന്നുള്ളതിന് ഡയഗ്നോസിസ് ഉണ്ടോ? ഇല്ല, അതുമില്ല. ഒരു ഫീലിംഗ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നി ഇത് മാറി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ ദിവസവും ക്യാൻസറുമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ക്യാൻസറസ് നമുക്ക് ഓൺകോജീൻസ് ഉണ്ട്, ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിനെതിരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻസർ സപ്രസർ ജീൻസ് ഉണ്ട്, അതിന് ആൻറ്റി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ DNA എപ്പോഴും മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആൽക്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പുറത്തുള്ള സബ്സ്റ്റൻസൊക്കെ വെച്ചിട്ട്. അതിന് DNA റിപ്പയർ മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ക്യാൻസറിനെ ചെറുക്കാൻ ഒരു വിധം മെക്കാനിസങ്ങളുണ്ട്. പക്ഷേ ക്യാൻസർ വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഈ മെക്കാനിസം ചിലപ്പോൾ ഫെയിൽ ആവാം, അപ്പോഴാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. നമ്മുടെ DNAയുടെ സ്ട്രക്ചർ മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. ന്യൂക്ലിയസിനകത്തുള്ള DNAയുടെ സ്ട്രക്ചർ മാറി, അത് പുതിയ തരം പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മാറിയ പ്രോട്ടീൻസ്, അതിൻ്റെ ശരിക്കുള്ള പ്രോട്ടീൻസ് അല്ലാതെ മാറിയ പ്രോട്ടീൻസ് ഉണ്ടാക്കും. അതൊക്കെയാണ് ഒരു ക്യാൻസറിൻ്റെ രീതി. അപ്പോൾ എല്ലാ ക്യാൻസർ ഡ്രഗ്സും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലിനകത്ത് കയറി, സെല്ലിനകത്ത് നിന്ന് പിന്നെ ന്യൂക്ലിയസിനകത്തേക്കും കയറണം. അവിടെ ഒരു മെംബ്രെയിനുണ്ട്, അതിനകത്തും കയറി അവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഡോക്സോറൂബിസിൻ, മറ്റ് പല പാക്ലിറ്റാക്സോൾ, അല്ലെങ്കിൽ സിസ്പ്ലാറ്റിൻ, ഇങ്ങനെയുള്ള ക്യാൻസർ ഡ്രഗ്സൊക്കെ ന്യൂക്ലിയസിനകത്താണ് എത്തുന്നത്. എന്നിട്ട് അതിനെ കൊല്ലുകയാണ്. ആ ക്യാൻസർ സെല്ലിനെ കൊല്ലുക മാത്രമേ ഇന്ന് നമുക്ക് പറ്റുള്ളൂ. അതിനെ റിവേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഒറിജിനൽ DNA ആക്കാൻ പറ്റില്ല. ക്യാൻസർ ഉണ്ടായ സെല്ലിനെ കൊല്ലുക, അത് റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ കീമോതെറാപ്പി ആവാം. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതേ വീഡിയോ തന്നെ, ക്യാൻസർ സെല്ലിനെ നോർമൽ സെല്ലാക്കി മാറ്റാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടെന്ന്. ഇത് ശുദ്ധ മണ്ടത്തരാണ്. പിന്നെ മറ്റൊരു ഡേഞ്ചർ ഇതിലുള്ളത്, ഏതൊരു പ്ലാന്റും പല വേദിയിൽ പറഞ്ഞതാണ്, ഏതൊരു പ്ലാന്റിലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 കെമിക്കൽസ് ഉണ്ട്. ആ പ്ലാന്റിന് അതിജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാരസൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് പലതും നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവയായിരിക്കും. അതിൽ ചിലത് മെഡിസിൻ പ്രോപ്പർട്ടി ഉള്ളതുണ്ടാവും, പക്ഷേ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ പലതും നമുക്ക് ഡേഞ്ചറസ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള പച്ചില മരുന്നുകളൊന്നും താമൂലം അരച്ച് കുടിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല എന്നാണ് പറയാനുള്ളത്. അടുത്തത് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കമൻറ്റാണ്, PCOD കുറിച്ചാണ് ആ കമൻറ്റ്. അടുത്ത വീഡിയോ കാണാം. PCOD അഥവാ ഗർഭാശയ കുമിളകൾ വിളിച്ചു വരുത്തുന്ന 4 ശീലങ്ങൾ ആണ് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പീരിയഡ്സ് ടൈമിലുള്ള റെസ്റ്റ് ഇല്ലായ്മയാണ്. പീരിയഡ്സ് ടൈമിൽ കൂടുതലായി ജോലി ചെയ്യുന്നതും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഹോർമോൺ ലെവലിൽ ചേഞ്ച് വരുത്തുകയും ഗർഭാശയത്തിൽ കുമിളകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം ഉറക്കത്തിലെ ക്രമക്കേടുകളാണ്. വൈകി ഉറങ്ങുന്നതും വൈകി എഴുന്നേൽക്കുന്നതുമായ ശീലങ്ങൾ ഇതേപോലെ തന്നെ PCODക്ക് കാരണമാകുന്നു. മറ്റൊന്ന് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്ന എയറേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. ഇതും ഗർഭാശയത്തിൽ കുമിളകൾ, വെള്ളം നിറഞ്ഞ കുമിളകളോ അല്ലാതെ എയർ നിറഞ്ഞ കുമിളകളോ ഉണ്ടാക്കാൻ കാരണമാകും. PCOD എന്ന് പറയുന്നത് ഗർഭപാത്രത്തിലല്ല, അണ്ടാശയത്തിലാണ്. അത് ആദ്യമേ തെറ്റാണ്. പിന്നെ വേറൊന്ന്, PCODയിൽ കുമിളകൾ എന്ന് പറയുന്നത് ഈ സോഡയിൽ കാണുന്ന പോലെ ഗ്യാസ് അല്ല. അവർ അങ്ങനെ അത് ആക്ച്വലി അണ്ടാശയത്തിലുള്ള ഫോളിക്കിൾസ് സാധാരണ വലിപ്പത്തിലെത്താതെ ചെറിയ ഫോളിക്കിൾസായി അതിൻ്റെ ഒരു ക്രമീകരണം മാറി ഓവറിയിൽ കാണുന്നതാണ് ഈ PCOD. വേറൊരു സാധാരണയുള്ളൊരു തെറ്റിദ്ധാരണ, അതുപോലെ ഇവർ പറഞ്ഞ ഇറുകിയ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ, പിന്നെ മെൻസസ് സമയത്ത്
അധ്വാനം ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഹോർമോൺ ലെവൽ മാറുകയോ PCOD വരികയില്ല. അതിന് വേറെ കാരണങ്ങളുണ്ട്. PCODയെ പറ്റി കുറേ പിന്നെ പേടികളും തെറ്റിദ്ധാരണകളും ഉണ്ട്. അതുകൊണ്ട് PCODയെ കുറിച്ച് കുറച്ച് പറയാം. പിന്നെ PCODയിൽ സിസ്റ്റില്ല. PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറിയാണ്. വേറൊരു കണ്ടീഷൻ ഒവേറിയൻ സിസ്റ്റ് എന്ന് പറയുന്ന സാധാരണ വരുന്ന ഓവറിയിൽ ചില മുഴകൾ, വെള്ളം നിറഞ്ഞ മുഴകൾ, അതുമായിട്ട് ആക്ച്വലി PCODക്ക് ബന്ധമില്ല. ആക്ച്വലി അത് മൾട്ടി ഫോളിക്കുലാർ ഓവറിയാണ്. ഫോളിക്കിൾസ് എല്ലാ സമയത്തും സ്ത്രീകൾക്ക് നോർമലി ഉണ്ടാവുന്നതാണ്. ഇനി എന്താണ് PCOD? PCOD എന്ന് പറഞ്ഞാൽ പിന്നെ അണ്ഡാശയത്തിൻ്റെ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ സ്കാൻ കൊണ്ട് നിർണ്ണയിക്കുന്ന ഒരു രോഗമോ അല്ല. ആക്ച്വലി PCOD ഒരു ഹോർമോണൽ സ്റ്റേറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഹോർമോണൽ സ്റ്റേറ്റിനുള്ള സ്ത്രീയുടെ പിന്നെ നേച്ചർ, ബോഡി പ്രകൃതി മാത്രമാണ്. ഒരു സ്ത്രീക്ക് 2 ഹോർമോണൽ സ്റ്റേറ്റ് ഉണ്ട്. ഒന്നുകിൽ ഓവുലേറ്ററി അല്ലെങ്കിൽ എനോവുലേറ്ററി. നമ്മൾ എനോവുലേറ്ററി അബ്നോർമൽ നമ്മൾ പറയും, എങ്കിലും നേച്ചറിന് രണ്ടും വേറെ വേറെ സ്റ്റേറ്റ് മാത്രമാണ്. ഓവുലേറ്ററി സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ മെൻസസ് കറക്റ്റ് ടൈമിൽ വരും. എനോവുലേറ്ററി സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ മെൻസസ് കറക്റ്റ് ടൈമിൽ വരില്ല. ഓവുലേറ്ററി ആയിരിക്കുമ്പം ഓവുലേഷൻ നടക്കുന്നത് കൊണ്ട് ഗർഭിണിയാവാനുള്ള സാധ്യതയുണ്ട്. എനോവുലേറ്ററി ആയിരിക്കുമ്പോൾ ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് ഗർഭിണിയായിരിക്കാൻ സാധ്യതയില്ല. വേറൊന്ന്, ഈ ഹോർമോണിലെ മാറ്റങ്ങൾ കൊണ്ട് ചില ഇപ്പം വോയിസിലോ പിന്നെ ഈ സ്വെറ്റിലോ ഈ രോമ വളർച്ചയിലോ ഒക്കെ ചില മാറ്റങ്ങളുണ്ടോ. അതല്ലാതെ വലിയൊരു വ്യത്യാസമില്ല. ഇത് രണ്ടും നേച്ചറിനെ സ്വിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ചില കണ്ടീഷൻസിൽ ആക്ച്വലി സ്ത്രീയുടെ ശരീരത്തിന് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ്സ് വരുമ്പോൾ അന്നേരം ഗർഭധാരണത്തിന് നല്ല സമയമല്ലാത്തത് കൊണ്ട് നേച്ചർ സ്വിച്ച് ചെയ്യും. പ്രകൃതി തന്നെ ഓവുലേറ്ററി എനോവുലേറ്ററി ആക്കും. ഓപ്റ്റിമൽ കണ്ടീഷൻ വരുമ്പോൾ സ്ത്രീയെ ഓവുലേറ്ററി ആക്കും. അപ്പോൾ പലരുടെയും ഇതിനുള്ള ഈ സ്വിച്ചിങ് സെൻസിറ്റിവിറ്റി പലരുടെയും ശരീരത്തിന് പല വിധത്തിലായിരിക്കും. അത് ജനറ്റിക്കാണ്. അപ്പോൾ ചിലർക്ക് ഭൂമി കുലുങ്ങിയാലും ഓവുലേറ്ററി തന്നെയായിരിക്കും, ഒരിക്കലും എനോവുലേഷനിലേക്ക് പോവില്ല. ചിലർക്ക് ജസ്റ്റ് ഒരു തുമ്മൽ ഇളകിയാൽ തന്നെ എനോവുലേറ്ററി ആവും. അപ്പോൾ അങ്ങനെ ആ സെൻസിറ്റിവിറ്റി കൂടുതലുള്ളവർക്ക് എപ്പോഴും എനോവുലേറ്ററി ആയിരിക്കും. അവർക്ക് എപ്പോഴും മെൻസസ് ഇറഗുലർ ആയിരിക്കും. ഇതറിയാൻ ഇതാണ് PCOD, അത്രയേ ഉള്ളൂ. ഈ PCOD അറിയാൻ നിങ്ങൾക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും മെൻസസ് കൃത്യമായി വരില്ല, അതന്നെ PCOD, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. ഇനി ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താ വിഷമം. ഇപ്പം മെൻസസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടുള്ള വിഷമാണോ, അതിന് ഹോർമോൺ ഗുളിക കൊടുത്താൽ മതി. ഇനി ഗർഭധാരണത്തിനുള്ള വിഷമാണോ, അതിന് ഓവുലേഷൻ ഇൻജക്ഷൻ കൊടുത്താൽ മതി. അതിൻ്റെ അപ്പുറമൊന്നും വേണ്ട. ഇനി ഇതും ക്യാൻസറുമായിട്ടുള്ള ബന്ധമോ, ക്യാൻസർ ഉണ്ടാക്കുമോ? ആക്ച്വലി ഓവുലേഷൻ അണ്ഡാശയത്തിൻ്റെ ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടും. ഓവുലേഷൻ അധികം കുട്ടികളുള്ളവർക്ക് പിന്നെ അണ്ഡാശയ ക്യാൻസർ കുറയും. അണ്ഡാശയ ക്യാൻസർ വളരെ പേടിക്കേണ്ട സംഭവമാണ്. കാരണം പലപ്പോഴും അത് ലേറ്റ് സ്റ്റേജിലാണ്, നമുക്കറിയാം, ബോഡിയുടെ ഉള്ളിലായതുകൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റൊക്കെ അധികമാണ്. അപ്പം എനോവുലേഷൻ ഉള്ളവർക്ക് ഓവുലേഷൻ കുറവായതുകൊണ്ട് അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് കുറയും. PCODക്കാർക്കും എനോവുലേഷൻ ഉള്ളതുകൊണ്ട് അണ്ഡാശയത്തിൻ്റെ ക്യാൻസറിൻ്റെ റിസ്ക് കുറയും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ പൊതുവേ ഇവർക്ക് ഇതിലേക്ക് നയിക്കലും ഇതിൻ്റെ ആ ജനറ്റിക് പ്രോബ്ലം കുറച്ച് ഡയബറ്റീസിനുള്ള ഒരു ടെൻഡൻസി ബോഡിക്ക് ഉണ്ടാക്കും. അതിന് വേണ്ട ജീവിതശൈലി മാറ്റങ്ങളും ഭക്ഷണരീതി മാറ്റങ്ങളും അവർ അവലംബിക്കേണ്ടതാണ്. അല്ലാണ്ട് അതൊരു പേടിക്കേണ്ട സംഭവമൊന്നുമല്ല. അടുത്തത് സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം ഇറച്ചി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് പോകാം. Meat is a good survival food, but it is not good food for those who have many choices in front of them. Why I'm saying this is, there are many ways to look at this. Suppose you come to know, at the end of this day, you're going to be slaughtered. At least 50% of the struggle that you go through, the chemical volatility, the chemical volcano that bursts out within you, at least 50% of that the animal goes through. The last few moments, it always knows it's going to be killed. Any animal which has the capacity to express some kind of emotion, its intelligence is such that it will grasp always when it's going to be killed. All this means just a certain level of negative acids and stuff which is not good for you. When we kill the animal, those acidic materials are still in the meat that we consume, and when we consume this, unnecessary levels of mental fluctuations will happen. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള ഒരു മോഡേൺ ഗുരുവാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല വാക്കുകൾ, കെമിക്കൽ വോൾക്കാനോ എന്നൊക്കെ രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന, ഒരു അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജീവി കൊല്ലപ്പെടുമ്പോൾ
അതിന് ഉണ്ടാകുന്ന സ്ട്രഗിള് ഒരുപാട് നെഗറ്റീവ് ആസിഡ്സ് ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ നെഗറ്റീവ് ആസിഡ്സ് അങ്ങനെ ആസിഡ്സ് ഉണ്ടോ? നെഗറ്റീവ് ആസിഡ്സ് ഉണ്ടാക്കും, മറ്റ് സ്റ്റഫുകളൊക്കെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ കയറുകയും ഇത് അൾട്ടിമേറ്റ്ലി നമ്മുടെ മെൻ്റൽ ഫ്ലക്ച്വേഷൻസിലേക്കൊക്കെ നയിക്കും എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ വാക്കുകൾ എടുത്ത് അമ്മാനമാടി കേൾവിക്കാരിൽ കൺഫ്യൂഷനും ചില തെറ്റിദ്ധാരണകളും പടർത്തുക എന്ന് മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകരിക്കുള്ളൂ. ബേസിക്കലി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇച്ചിരി അഡ്രിനാലിൻ റഷ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ അതൊരു ഹോർമോണാണ്. നമ്മൾ കഴിക്കുന്ന മീറ്റിൽ അതുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കൈകാര്യം ചെയ്യും. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തെയും നേരിട്ടങ്ങ് നമ്മുടെ ശരീരം അങ്ങ് ഏറ്റെടുക്കുകയല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് അതിനകത്ത് നിന്ന് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രം, അതായത് അതിനെ അമിനോ ആസിഡ്സ് ആയിട്ടും ലിപ്പിഡ്സ് ആയിട്ടും ഗ്ലൂക്കോസ് ആയിട്ടും ഒക്കെയാണ് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കഴിച്ച ഫുഡിലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് അങ്ങ് അബ്സോർബ് ചെയ്യുകയല്ല ചെയ്യുന്നു. സോ ഇൻ കേസ് ഈ പറയുന്ന ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മെൻ്റൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു ശാസ്ത്രീയതയുമില്ല. ഇത് ചില പ്രജുഡിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥാപിക്കേണ്ട ചില കാര്യങ്ങൾ സ്ഥാപിക്കാനായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് മാത്രം. പിന്നെ ആനിമൽ ഫുഡ് മസ്റ്റ് അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പലപ്പോഴും ചില വൈറ്റമിൻ B12 പോലെയുള്ള ചില വൈറ്റമിൻസ്, ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ചില വൈറ്റമിൻസ് ആനിമൽ പ്രോഡക്ട്സ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. സോ ആനിമൽ ഫുഡ് കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആനിമൽ പ്രോഡക്ട്സ് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അനാരോഗ്യമായിട്ടുള്ള ഒരു പ്രവണത മാത്രമാണ്. സ്വാഭാവികമായിട്ടും ആനിമലിനെ എങ്ങനെ വേദനിപ്പിച്ചാലും, തൻ്റെ കൊച്ചിന് കൊടുക്കുന്ന പാല് കറവക്കാരൻ്റെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പശുവിന് വിഷമം ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് പാലിലും റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ് ഈ തിയറി ഉപയോഗിച്ചുകൊണ്ട്. സോ അത് ഓക്കെ. This is your best friend if you wake up in the morning with a blocked and stuffy nose. I have some lukewarm water mixed with some salt here. I'm going to pour it inside this. And the technique which you're going to learn today is called Jananiti, also known as nasal irrigation. The pointy end of the magic clap goes in your nostril, and for this, you're going to push your head forward and tilt it to one side. The most important thing to remember is to be calm and breathe through your mouth. The saline water will find its way through your nasal canal and come out of the other nostril. My nostrils are pretty clean, but for someone who has a lot of phlegm, this is how it would look like. Do this for each nostril right after you wake up, and you'll be able to breathe better than most of the population. ഇത് ഇൻസ്റ്റഗ്രാമിൽ വളരെ വൈറലായ ഒരു വീഡിയോ ആണ്. മൂക്കടപ്പ് മാറാനായിട്ടുള്ള ഒരു എളുപ്പവഴി എന്ന നിലയിലാണ് ഇത് പ്രചരിച്ചത്. ഡോക്ടർ ജലദോഷം ഇല്ലാത്ത ആൾക്ക് ഇത് ചെയ്താൽ വളരെ നല്ലതാണ്. പിന്നെ ജലദോഷം സാധാരണ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, ഈ നമുക്ക് മൂക്കിൽ അടഞ്ഞു കൂടിയിരിക്കുന്ന വസ്തുക്കൾ, സെക്രീഷൻസ് ആണ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. കഫക്കെട്ട് എന്നാ പറയുക, കെട്ടി നിൽക്കുകയാണ്, അപ്പോൾ അതൊക്കെ ബ്ലോക്കായി നിൽക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ധാരണയാണ്. ആക്ച്വലി നമ്മുടെ നെയ്സൽ മ്യൂക്കോസ, ഈ മൂക്കിനുള്ളിലുള്ള സ്ഥലം, നമ്മുടെ ഈ സ്കിന്നുള്ളത് പോലെ തന്നെ മൂക്കിൻ്റെ ഉള്ളിലും മ്യൂക്കോസയുണ്ട്. അതിനുള്ള ഇൻഫ്ലമേഷനാണ്, അത് അവിടെ പിന്നെ വീങ്ങിയിരിക്കുകയാണ്. അതാണ് നമുക്ക് ഈ മൂക്കടഞ്ഞ അവസ്ഥ, നേസൽ സ്റ്റഫിനെസ്സും ബ്ലോക്ക് നോസും ഒക്കെ ഉണ്ടാക്കുന്നത്. സെക്രീഷൻസും കുറച്ച് പാട്ടുണ്ട്. നിങ്ങൾ സെക്രീഷൻസ് എത്ര എടുത്താലും ഈ വീക്കം കൊണ്ട് കൂടുതൽ സെക്രീഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ പലപ്പോഴും നമ്മൾ ഈ ഇൻഹലേഷനൊക്കെ കൊണ്ട് ഈ സെക്രീഷൻസ് അലിയിച്ച് പുറത്ത് കൊണ്ടുവരാൻ നോക്കും. നിങ്ങൾ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ഈ ചൂട് കൊണ്ട് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടായി ഈ വീക്കം കൂടി കൂടുതൽ സെക്രീഷൻ വരും. നിങ്ങൾ എടുത്തു മാറ്റുന്നു, അത് വീണ്ടും വരുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ആക്ച്വലി ഡീകൺജസ്റ്റൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ ജലദോഷം മാറുന്ന അസുഖമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഡിമ കുറക്കാനായിട്ട്, അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കാനായിട്ട് ഡീകൺജസ്റ്റൻ്റ് അല്ലെങ്കിൽ ആൻറ്റി ഹിസ്റ്റമിനിക് ഡ്രഗ്സ് അങ്ങനെയൊക്കെ കൊടുത്ത് അത് കുറയ്ക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ പുറമേയുള്ള സാധനം ക്ലീൻ ചെയ്യല്ല വേണ്ടത്. അടുത്തത് ഒരു കുറച്ച് പഴയ വീഡിയോ ആണ്, പക്ഷെ അതിപ്പോഴും ചർച്ചയാകുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കാര്യമായിട്ട് എടുത്തേക്കുന്നത്. ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. അദ്ദേഹം മൈദ പ്രശ്നമാണ്, മറ്റു പല കാര്യങ്ങളും പ്രശ്നമാണെന്ന് പറയുന്ന വിവരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിലേക്ക് പോകാം. നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും രണ്ട് തരത്തിലുള്ള ഫൈബറുകളിൽ ഉണ്ടാകും. ഒന്ന് സൊല്യൂബിൾ ഫൈബർ, രണ്ട് ഇൻസൊല്യൂബിൾ ഫൈബർ. സൊല്യൂബിൾ ഫൈബർ എന്ത് ചെയ്യും? അത് ലിവറിനകത്ത് പോയിട്ട് ഒരു ചൂല എങ്ങനെ വേസ്റ്റിനെ കളയുമോ അതുപോലെ പുറത്തിറക്കും. അദ്ദേഹം ഒരു മോഡേൺ മെഡിസിൻ ഓൺകോളജിസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് മോഡേൺ മെഡിസിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അറിയാത്തത് കൊണ്ടുള്ള മണ്ടത്തരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസാക്കറൈഡ്സ് ആണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോളിസാക്കറൈഡ്സ് ആണ്. പക്ഷേ നമ്മൾക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതിന് വെള്ളത്തിന് റിട്ടൈൻ ചെയ്യാൻ പറ്റും. ഒരു ജെല്ലി ടെക്സ്റ്റ് കൊടുക്കുക, ബവൽ മൂവ്മെൻ്റൊക്കെ
പ്രോപ്പറാക്കുക. പിന്നെ അഡീഷണലി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മൈക്രോ ബയോംസ് ഉണ്ട്. നമ്മുടെ സെല്ലിനൊക്കെ ഒരു 10 ഇരട്ടി മൈക്രോ ബയോംസ് നമ്മുടെ ഇൻഡസ്ട്രൈനിലുണ്ട്. അതിനുള്ള ഫീഡായിട്ട് അതിന് ദഹിപ്പിക്കാൻ പറ്റും ഇതിന്. അതിന് കൂടിയാണ് ഈ ഫൈബറിൻ്റെ ലക്ഷ്യം. എന്നിട്ട് അവസാനം ബാക്കിയുള്ളതൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ ഫൈബർ ലിവറിലൊന്നും പോവില്ല. ലിവറിൽ പോകാനുള്ള യാതൊരു മാർഗ്ഗമില്ല എന്നുള്ളതാണ് മണ്ടത്തരാണ്. ഫൈബറിനെ പോളിസാക്കറൈഡിനെ ഫൈബർ എന്നൊക്കെ പേരിട്ട് നിങ്ങൾ ഡോക്ടറെ പറ്റിച്ചതല്ലേ? അതെ അതെ, ഫൈബർ എന്താണെന്ന് ഡോക്ടറിന് അറിയാതുകൊണ്ടാണ്. ആ ഫൈബർ നാര് എന്നൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ചകിരി നാര് അതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതൊക്കെ ഫൈബർ ആണല്ലോ. അതാണ് നമ്മുടെ ഭക്ഷണത്തിലെ ഫൈബറും എന്ന് ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞത് മൈദക്കകത്ത് എന്താ ഉള്ളത്? ഓൺലി സ്റ്റാർച്ച്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി കഴിഞ്ഞാൽ മലയാളി ഇന്ന് കഴിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡ് കപ്പ, മീൻകറി അല്ല, പൊറോട്ടയാണ്. ഇത് മലയാളിയുടെ കൾച്ചറായി മാറിക്കഴിഞ്ഞു. ഇതുമൂലം ഉണ്ടാകുന്ന കുടലിലെ രോഗങ്ങളും ക്യാൻസറുകളും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഒരു പഠനങ്ങൾ ആൾക്കാർ നടത്തുവാണെങ്കിൽ അമ്പരിപ്പിക്കുന്ന ഇൻഫർമേഷൻ കിട്ടും. അതിൽ ഉപയോഗിക്കുന്ന ഓയിൽ സഹിതം അഗെയിൻ ഒരു മണ്ടത്തരാണ് ഇത്. മൈദ എന്നുള്ളത് വൈറ്റ് ഫ്ലോർ എന്നാണ് പറയുന്നത്. ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ കേരളത്തിൽ ഇതിന് മൈദ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വെയിറ്റ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയാണ്. അതിൻ്റെ ബ്രാൻ കഴിഞ്ഞ ശേഷമുള്ള ആ വൈറ്റ് സാധനം എടുത്ത് എൻഡോസ്പം എടുത്ത് പൊടിക്കുന്ന സാധനമാണ്. അത് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രമുള്ളവർ മാത്രമല്ല കഴിക്കുന്നത്, ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും കഴിക്കുന്ന ഒരു സാധാരണ ഫുഡാണ്. പിന്നെ ഇതിൽ ഫൈബർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് സ്റ്റാർച്ച് മാത്രമേ എന്നുള്ളത് ശുദ്ധ മണ്ടത്തരാണ്. ഒരു മൈദയിൽ എന്തൊക്കെ ഉള്ളത്? ഏകദേശം 76% കാർബോഹൈഡ്രേറ്റാണ്, 10% പ്രോട്ടീനുണ്ട് അതിനകത്ത്, ഏകദേശം 2-3% ഫൈബറുണ്ട്, പിന്നെ 1% ഫാറ്റുണ്ട്, പിന്നെ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്, സോഡിയം ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് ഈ മൈദ ഇത് മാത്രമാണെന്ന് പറയുന്ന മണ്ടത്തരാണ്. ഇത് കഴിച്ചാൽ മോശമാണെന്നുള്ള യാതൊരു അസോസിയേഷനും ഇല്ല. അത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. അതുപോലെ കപ്പ കേരള ഭക്ഷണമാണെന്ന് പറയുന്നതും അധികം കാലമായിട്ടില്ല. കപ്പ അടുത്ത കാലത്ത് കൊണ്ടുവന്നതാണ്, നമ്മൾ കൊണ്ടുവന്നതാണ്, ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് കപ്പ. കപ്പയിൽ കൂടുതൽ പ്രശ്നമുള്ള സാധനങ്ങൾ ഉണ്ട് താനും. പാലിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും വിഷമമാണ്. എങ്ങനെയാണ് ഈ പാല് ക്യാൻസർ ഉണ്ടാക്കുന്നത്? പറഞ്ഞില്ല. പാലിനകത്ത് ഗാലക്ടോസ് എന്ന സാധനമുണ്ട്. ഗാലക്ടോസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഗാലക്ടോസ് ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, ഓവറി ക്യാൻസർ ഉണ്ടാക്കുന്ന ഞാൻ നടത്തി പറഞ്ഞതല്ലാതെ ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി 1988 പബ്ലിഷ് ചെയ്ത ഡേറ്റ ആണ് ഞാൻ പറയുന്നത്. അടുത്തത് പാലിനകത്തുള്ള ഏറ്റവും അപകടകാരിയായ സാധനമാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെയും ഒരു ജാർഗൺ ഉപയോഗിച്ചിട്ടാണ്. ആദ്യം തന്നെ ഗാലക്ടോസ് എന്നുള്ളത് ഒരു സ്പ്ലിറ്റ് ചെയ്ത പ്രോഡക്റ്റാണ്, വളരെ ഡേഞ്ചറസ് ആണ്. ഹാർവേഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ ഇത് ക്യാൻസർ പ്രൂവ് ചെയ്തെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ശുദ്ധ മണ്ടത്തരാണ്. സ്പ്ലിറ്റ് ചെയ്തതെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കഴിക്കുന്ന ലാക്ടോസ് ആണ് നമ്മുടെ പാലിലുള്ളത്. അത് ഡൈസാക്കറൈഡാണ്. അതിന് മോണോസാക്കറായി മാറ്റും. അതായത് ഗാലക്ടോസും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന എൻസൈമുണ്ട്. അതാണ് സ്പ്ലിറ്റിങ്. ഗാലക്ടോസ് നമുക്ക് അത്യാവശ്യമായ ഒരു ഷുഗറാണ്. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് മാത്രമല്ല, അങ്ങനെ 9 തരം ഷുഗർ മോളിക്യൂൾസ് ഉണ്ട്. അത് പല ആവശ്യത്തിനുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആവശ്യമുള്ളതാണ്. നമ്മുടെ പ്രോട്ടീനൊക്കെ ഗ്ലൈക്കോസിലേറ്റ് ചെയ്യണം, മറ്റ് പല കാര്യങ്ങളുണ്ട്. പോളിസാക്കറൈഡ്സ് ഒക്കെ നമ്മുടെ അല്ലെങ്കിൽ ഒലിഗോസാക്കറൈഡ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അതിന് വേണ്ട വളരെ എസെൻഷ്യലായ ഒരു ഷുഗറാണ് ഗാലക്ടോസ്. അതില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഗാലക്ടോസിൻ്റെ അവിടെ പോയി. രണ്ടാമത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസുലിനെ പോലെ ഇരിക്കുന്ന ഒരു പ്രോട്ടീനാണ്. അത് നമ്മൾ കഴിച്ചാൽ ഒരു പ്രശ്നമില്ല. നമ്മുടെ എൻസൈംസ്, പെപ്റ്റിഡേസസ്, പ്രോട്ടിയേസസ് നിന്നുള്ള എൻസൈംസ് ഇതിനെ വിഘടിച്ചിട്ട് അമിനോ ആസിഡ് ആക്കിയിട്ടാണ് ഇതിനെ നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് കയറ്റുന്നത്. ഇൻസുലിനും അതുപോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻസുലിൻ വായുവിലൂടെ കഴിക്കാതെ. ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ വായിലുള്ള അല്ലെങ്കിൽ അന്നനാളത്തിലുള്ള എൻസൈം അതിനെ വിഘടിച്ച് അമിനോ ആസിഡാക്കി മാറ്റുന്നതുകൊണ്ടാണ് ഇൻസുലിൻ നമ്മൾ IV ആയിട്ട് കൊടുക്കുന്നത്, ഗുളികയായിട്ട് കഴിക്കാത്തത്. അത് മണ്ടത്തരം മാത്രമാണ്. എന്താണ് ഈ വൈറ്റ് റൈസിന്റെ പ്രത്യേകത? ഈ വൈറ്റ് റൈസിൽ എന്തുകൊണ്ട്? ആകെയുള്ളത് സ്റ്റാർച്ച് മാത്രം. തവിടിൽ എന്തുകൊണ്ടുള്ള കാര്യം മലയാളിക്ക് അറിയില്ല. തവിടിനകത്ത് ബ്രാൻ ഓയിൽ ഉണ്ട്. എത്ര പേർക്കറിയാം? ലോകത്തിലെ ഏറ്റവും മികച്ച ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാൻ ഓയിലാണ്. തവിടിലെ എണ്ണയാണ്. അതിനകത്ത് വെജിറ്റേറിയൻ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന omega-3 ഫാറ്റി ആസിഡുള്ള ലോകത്തിലെ ഒരേ ഒരു ഓയിലാണ് ബ്രാൻ ഓയിൽ. ഈ വെജിറ്റേറിയന് കഴിക്കാൻ പറ്റുന്ന ലോകത്തിലുള്ള omega-3 ഫാറ്റി ആസിഡുള്ള ഒരേ ഓയിൽ തവിടെണ്ണയല്ല. ഒരുപാട് എണ്ണകളിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. എസെൻഷ്യലി നട്ട്സ്, എല്ലാ നട്ട്സിലും കുറച്ചൊക്കെ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ലിൻസീഡ്. ഫ്ലാക്സ് സീഡ് ഓയിൽ, ലിൻസീഡ് ഓയിൽ, കാഷ്യൂ നട്ട്, അതുപോലെ വാൽനട്ട്, പിന്നെ അവക്കാഡോ ഫ്രൂട്ട്, അങ്ങനെ പല പല കാര്യങ്ങളിലും ഈ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിലും omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, പിന്നെ തവിട് പറയുന്ന കാര്യം, തവിടിൽ കുറച്ച് നല്ല കാര്യങ്ങൾ, ഫൈബേഴ്സ് ഉണ്ട്, പിന്നെ മറ്റ് വൈറ്റമിൻസൊക്കെ കുറച്ചുണ്ട്. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ തവിടിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ വേറൊരു വസ്തുണ്ട്, ഇനോസിറ്റോൾ ഹെക്സാഫോസ്ഫേറ്റ്. അതൊരു ആൻറ്റി ന്യൂട്രിയൻ്റ് ആണ്. അത് നമ്മുടെ കാൽഷ്യത്തിനെയും അയണിനെയും വലിച്ച് കളയും. അപ്പോൾ അനീമിക്കാവും ഇത് ഒരുപാട് കഴിച്ചാൽ. അപ്പോൾ അതിൽ ഗുണമുള്ള വസ്തുണ്ട്, മോശമുള്ള വസ്തുണ്ട്.
ഈ പറയുന്നതിൽ വലിയ കാര്യമില്ല, തവിട് കഴിച്ചാലാണ് അല്ലെങ്കിൽ തവിട് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് മണ്ടത്തരാണ്. ഇത്രയൊക്കെ വിശദമായിട്ട് ബ്രേക്ക് ചെയ്തല്ലേ, ആ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു ബ്രാൻ ഓയിലിനെ കുറിച്ച് മാത്രം ഒരു അക്ഷരം മിണ്ടരുത്. അടുത്തത് ചോദ്യോത്തര സെഷനാണ്. താല്പര്യമുള്ളവർ മുന്നോട്ട് വരുന്നത് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വളണ്ടിയർ മൈക്ക് കൈമാറുന്നതാണ്. നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഗൂഗിള് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം, അത് സ്റ്റഡി ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഈ ഗൂഗിളിൽ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലിനിക്കൽ ഫൈൻഡിങ്സ് മിക്കവാറും ഉണ്ടാകുമോ? മിക്കപ്പോഴും നമ്മൾ കഴിക്കുന്ന ഈ പറയുന്ന കോൾഡിനൊക്കെ തരുന്ന ഗുളികയുടെ അതിൻ്റെ യൂസും സൈഡ് എഫക്ട്സും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂമോണിയ മുതൽ STD പോലെയുള്ള അസുഖങ്ങൾ വരുന്നതായിട്ട് കാണാം. ഞാൻ ഇടയ്ക്ക് ജലദോഷത്തിന് അവിടെ ഡോക്ടറെ സമീപിച്ച് മെഡിസിൻ തന്നപ്പോൾ അസിത്രോമൈസിൻ എന്നൊരു ടാബ്ലറ്റാണ് എനിക്ക് തന്നത്. കോൾഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സിംറ്റംസ് വലിയ വലിയ രോഗങ്ങളുണ്ട്. ഒരു ചോദ്യം കൂടെ, അത് നമുക്ക് ഓവർ കൺസേൺ തരുന്നില്ലയോ, ആങ്സൈറ്റി കൂടുന്നില്ലയോ ഇത്തരം സ്റ്റഡീസ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. സമയക്കുറവ് കൊണ്ട് ഇൻട്രപ്റ്റ് ചെയ്തതാണ്. ഇത് മാത്രമല്ല, ഈവൻ ആൻറ്റി ക്യാൻസർ ഡ്രഗ് പോലും ആൾക്കാർ ഗൂഗിൾ ചെയ്ത് കണ്ട് പേടിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഡ്രഗ് കൊടുത്താൽ അത് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഡ്രഗാണെന്ന് പേടിക്കും. ഗൂഗിൾ താങ്കൾ പറഞ്ഞതുപോലെ ഗൂഗിൾ ഒന്നും എഴുതുന്നില്ല. ഗൂഗിള് വെറുതെ നമ്മളെ പുസ്തകം പോലെ ഒരു അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതിൽ ആർക്ക് വേണമെങ്കിലും പോയി എഴുതാം. അത് ഇത് ആൾക്കാർ വെറുതെ വായിച്ച് പേടിക്കുന്നതാണ്. ഇപ്പം ഇത് ന്യൂമോണിയക്ക് ഉപയോഗിക്കുന്നതാണ്, ക്യാൻസറിന് ഉപയോഗിക്കുന്നതാണെന്ന് വെറുതെ വായിച്ച് പേടിക്കുന്നതാണ്. പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി തന്നെ ചിലർക്ക് എഴുതാൻ പറ്റും ഗൂഗിളിൽ പോയിട്ട്. അതിന് നമ്മൾ പ്രതിവിധി എന്നത് നമ്മൾ ശരിയായ ഇൻഫർമേഷൻ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആരും ഗൂഗിൾ ചെയ്യരുത് എന്ന് പറയുന്നതല്ല. അതാണ് ഉദ്ദേശിച്ചത്. സ്കിസോഫ്രീനിയ നമുക്കൊരു വ്യക്തിയിൽ കെമിക്കൽസ് യൂസ് ചെയ്യാതെ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? കെമിക്കൽസ് യൂസ് ചെയ്യാതെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സ്കിസോഫ്രീനിയയുടെ കാരണങ്ങൾ അതൊരു സൈക്കോട്ടിക് ഡിസോർഡറാണ്. സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഡെലൂഷൻസ്, ഹാലൂസിനേഷൻസ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള തോട്ട് അബ്നോർമാലിറ്റീസ്, അതൊക്കെ വരുന്ന ഒരു കണ്ടീഷനായിട്ടാണ് നമ്മൾ സ്കിസോഫ്രീനിയയെ നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യ ഘടകങ്ങളാണ് സ്കിസോഫ്രീനിയയുടെ. പലപ്പോഴും ജനറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് സ്കിസോഫ്രീനിയ തലമുറകളിലായിട്ട് ആളുകൾക്ക് വരുന്നത്. പിന്നെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ചില സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ, ഫോർ എക്സാമ്പിൾ കന്നാബിസ് പോലുള്ള സബ്സ്റ്റൻസ്, LSD പോലുള്ള സബ്സ്റ്റൻസ്, ഇത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നേരത്തെ പറഞ്ഞു. ഇതും സമാനമായ രീതിയിൽ സൈക്കോട്ടിക് സിംറ്റംസ്, ഡെലൂഷൻസും ഹലൂസിനേഷൻസും ഒക്കെ ഉണ്ടാക്കുകയും അത് ഒരു പക്ഷേ സ്കിസോഫ്രീനിയ പോലെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില സിംറ്റംസിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പാരമ്പര്യ ഘടകങ്ങളുമായി ലിങ്ക്ഡ് ആണ്. ആൾറെഡി ഹെറിഡിറ്ററി ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉള്ള ഒരു വ്യക്തി കന്നാബിസ് ഉപയോഗിക്കും, ചെറുപ്പത്തിലെ കന്നാബിസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സെക്കൻഡ് ഹിറ്റായിട്ട് വർക്ക് ചെയ്യും, രണ്ടാമത്തെ ഒരു ഹിറ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ലേറ്ററായിട്ട് വരാൻ സാധ്യതയുള്ള ആ സൈക്കോട്ടിക് എപ്പിസോഡ് നേരത്തെ വരാനും ഒരുപക്ഷെ വരാൻ സാധ്യതയില്ലാത്ത സൈക്കോട്ടിക് എപ്പിസോഡ് അയാൾക്ക് ഇൻഡ്യൂസ് ചെയ്യാനും ഒരു കന്നാബിസ് യൂസ് കൊണ്ട് സാധിച്ചേക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിലേഷൻ പറയുന്നത്. താങ്ക് യു. ടെന്നീസ് എൽബോ പോലുള്ള അസുഖങ്ങൾക്ക് ചെയ്യുന്ന ഫിസിയോതെറാപ്പിയിൽ ഡ്രൈ നീഡിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ, അത് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമാണോ അതോ പെർമനൻ്റായിട്ട് ഈ ടെന്നീസ് എൽബോ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണോ? നമ്മുടെ ശരീരത്തിന് മിക്കവാറും സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ടെന്നീസ് എൽബോ പോലെയൊക്കെയുള്ളത് ലിഗമെൻറ്റ് സ്പ്രെയിനാണ്. അത് കുറച്ച് നാളത്തെ റെസ്റ്റ് കൊണ്ട് തന്നെ അത് മാറുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ ഇറിറ്റേഷൻ കൊണ്ട് നമ്മൾ ഇത്തരം ചൂടോ ഇത്തരം വേറെ കൗണ്ടർ ഇറിറ്റേഷൻ മെഷർ കൊടുത്താൽ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. ബോഡി സ്വയം ഹീൽ ചെയ്യണം. ഈ മൂക്കടപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ആവി പിടിക്കണം എന്ന് പറയുന്നില്ലേ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലയെന്നാണ് വിശദീകരിച്ചത്. ചെറിയൊരളവിൽ പിടിച്ചാൽ ചെറുങ്ങനെ ഒന്ന് ഇത് മാറ്റാം. പക്ഷെ കൂടുതൽ ആവി പിടിച്ചാൽ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് ആ മ്യൂക്കോസൽ എഡിമ കൂടി നമുക്ക് ബ്ലോക്ക് കൂടുവാനാണ് സാധ്യത. ENT സർജൻസ് സൈനസൈറ്റിസിന് സൈനസ് വാഷ് ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ ഉണ്ടെന്നറിയില്ല. അപ്പം അത് പ്രശ്നമാണോ അല്ല അത് പെർഫെക്റ്റ്ലി ഗുഡ് പ്രാക്ടീസ് ആണോ എന്നുള്ള? ജസ്റ്റ് വാഷ് മാത്രമല്ല, നമ്മൾ ഈ ഇൻസിപ്പിയൻറ്റ് ഈ സെക്രീഷൻസ് ഹാർഡായിട്ട് അവിടെ ഉറഞ്ഞു പോയി അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ എത്ര ചെയ്താലും ഇത് ആവി പിടിച്ചാലോ ഒന്നും വരില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ മ്യൂക്കോസൽ ബയോപ്സി എടുക്കാം, അവിടെ ലോക്കൽ ആൻറ്റിബയോട്ടിക് ഇറിഗേഷൻ ചെയ്യാം.
അതൊക്കെ ചെയ്യുന്നുണ്ട്. സാർ നേരത്തെ പറഞ്ഞല്ലോ ഗോതമ്പിൻ്റെ ഏറ്റവും പ്രോട്ടീൻ കുറഞ്ഞ ഒരു ഫോമാണ് മൈദ. അപ്പോൾ മൈദയുടെ ആഹാരങ്ങൾ ബിസ്ക്കറ്റുകളായിക്കോട്ടെ, അതുപോലെ തന്നെ പൊറോട്ട, എണ്ണക്കടികളൊക്കെ തന്നെ കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗ്ലൂട്ടൻ, ഗോതമ്പിലുണ്ടാകുന്ന ഗ്ലൂട്ടൻ അവിടെ തന്നെ നിലനിൽക്കും, വറുത്താലും പൊരിച്ചാലും പുഴുങ്ങിയാലും ഒക്കെ. അപ്പോൾ അത് പ്രോട്ടീൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അലർജി പ്രശ്നങ്ങൾ, ചൊറിച്ചൽ, അതുപോലെ മറ്റ് അസിഡിറ്റി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. എത്രമാത്രം ശാസ്ത്രീയമാണ് അത്? പൂർണ്ണമായും മൈദയുടെ ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ അതോ അളവ് കുറച്ച് കഴിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. അല്ല, അതിൽ പ്രോട്ടീൻ തീരെ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പ്രോട്ടീൻ 10 ഗ്രാം പെർ 100 ഗ്രാം, അതായത് 10% പ്രോട്ടീൻ ഉണ്ട് അതിനകത്ത്. പിന്നെ ഗ്ലൂട്ടൻ്റെ കാര്യം, ഗ്ലൂട്ടനിൽ ചിലവർക്ക് അലർജനാണ്, അലർജി റിയാക്ഷൻസ് ഉണ്ടാവാം. മറ്റ് ഗ്ലൂട്ടൻ കഴിച്ചാൽ ഒരു പ്രശ്നമില്ല, അത് അമിനോ ആസിഡായിട്ട് വിഘടിച്ചിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ വിഘടിച്ചിട്ട് അമിനോ ആസിഡായിട്ട് മാറും. ഈ എസൻസ് കൂടുതലായിട്ടും മോഡേൺ മെഡിസിനുള്ള മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുള്ള കാരണം എസൻസിൽ കൂടുതലായിട്ട് മോഡേൺ മെഡിസിനിലുള്ളവർ പിന്നെ അംഗങ്ങളായിട്ടുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ആയുർവേദത്തിൽ പല അസുഖങ്ങളും കീഴാർനെല്ലി മാത്രം ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം മാറ്റിയ നിരവധി കേസുകൾ അനുഭവത്തിലുള്ള നാട്ടുകാരാണ് നമ്മളുടേത്. അപ്പോൾ അങ്ങനെ പല രോഗങ്ങളും ആയുർവേദത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിയിലപ്പുറം മോഡേൺ മെഡിസിൻ്റെ അത്ര വളരാൻ വേണ്ടി ആയുർവേദത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇന്ന് നിലവിലുള്ളതിൽ മോഡേൺ മെഡിസിൻ തന്നെയാണ് പ്രാധാന്യം. അതുപോലെ ഹോമിയോയിലും പ്രകൃതി ചികിത്സയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. എസൻസ് അങ്ങനെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിനെ മാത്രമേ സ്വീകരിക്കൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ആർക്കും വരാം. സ്വാഭാവികമായിട്ടും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സാണ് കൂടുതൽ വരുന്നത് എന്ന് മാത്രം. എന്തുകൊണ്ടാണ് മോഡേൺ മെഡിസിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറയുന്നത്? അത് ശാസ്ത്രീയ മനുഷ്യൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അപ്രോച്ച് ആകെ ചെയ്യുന്നത് മോഡേൺ മെഡിസിൻ മാത്രമാണ്. അല്ലെങ്കിൽ ശാസ്ത്രീയമായ അപ്രോച്ച് ഒരെണ്ണേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് ആധുനിക വൈദ്യമാണ്. അല്ലെങ്കിൽ ആധുനിക വൈദ്യം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമായിട്ട് വന്നതല്ല. ശാസ്ത്രീയമായ അപ്രോച്ചിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതാണ് നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പം മറ്റ് പാരലലായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരിക്കലും ശാസ്ത്രീയമായിട്ടുള്ള ശരീരത്തെയോ രോഗങ്ങളെയോ അനാരോഗ്യത്തെയോ ഒന്നും ശാസ്ത്രീയമായി വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ചികിത്സകളൊന്നും തന്നെ എവിഡൻസ് ബേസ്ഡ് അല്ല. മോഡേൺ മെഡിസിൻ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഈ ചോദ്യകർത്താവ് പറഞ്ഞ പോലെയുള്ള ഒരു ടാബ്ലറ്റ് കഴിച്ചു, എൻ്റെ പനി മാറി, ആയതുകൊണ്ട് ഇത് ടാബ്ലറ്റ് ഗുണപ്രദമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും ശാസ്ത്രീയമല്ല. അത് അനക്ഡോട്ടൽ ഫാലസിയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു ഔഷധത്തിൻ്റെയും തെളിവല്ല. എങ്ങനെയാണ് ഔഷധങ്ങൾ തെളിയിക്കുന്നത്? അതിന് ക്ലിനിക്കൽ ട്രയലുകൾ നടത്തിയിട്ടാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്ലിനിക്കൽ ട്രയലുകളിലൂടെ കിട്ടിയ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ഓരോ ഔഷധവും ഓരോ രോഗത്തിന് ഫലിക്കുവോ ഇല്ലയോ, ടോക്സിസിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒരേ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഇന്ന് പോപ്പുലറായിട്ട് നിലനിൽക്കുന്നത്. മഞ്ഞപ്പിത്തം എന്നുള്ളത് രോഗമല്ല. മഞ്ഞപ്പിത്തം എന്നുള്ളത് രോഗലക്ഷണമാണ്. നമ്മൾക്ക് മഞ്ഞപ്പിത്തം എന്നുള്ളത് ഹൈപ്പർ ബിലിറൂബിൻ്റെ അളവ് രക്തത്തിൽ കൂടുക എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ ഹെപ്പാറ്റൈറ്റിസ് എ ആവാം, ബി ആവാം, സി ആവാം, ഡി ആവാം, ഇ ആവാം. 5 ഹെപ്പാറ്റൈറ്റിസ്. ലിവർ ക്യാൻസർ ആവാം. മറ്റ് ഈ ഹീം മെറ്റബോളിസത്തിന് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ദോഷമില്ലാത്ത മഞ്ഞപ്പിത്തം ഉണ്ടാവാറുണ്ട്. ഇതിൽ നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് കൂടുതൽ വരുന്ന ഹെപ്പാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പാറ്റൈറ്റിസ് എയും ഹെപ്പാറ്റൈറ്റിസ് ഇയും ആണ്. അത് യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ട, നിങ്ങൾ ഒരാഴ്ച റെസ്റ്റ് ചെയ്താൽ തനിയെ പോകുന്ന ഹെപ്പാറ്റൈറ്റിസ് ആണ്. കീഴാർനെല്ലി കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ആ മഞ്ഞപ്പിത്തം മാറും എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ ചോദ്യം. ഈ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫൈബർ എന്താണ്? അതൊന്ന് വിശദീകരിക്കണം. പല തെറ്റിദ്ധാരണകളും. ഫൈബർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചൂലുകൊണ്ട് അടിച്ചു വാരുന്ന. അതൊരു ചൂലല്ല. അത് ബേസിക്കലി നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗാലക്ടോസ് അതുപോലുള്ള ഷുഗറിൻ്റെ ഒരു ശൃംഖലയാണ്. ഒരു പോളിസാക്കറൈഡ് എന്ന് പറയാം. പക്ഷേ നമ്മളുടെ ശരീരത്തിൽ ഈ പോളിസാക്കറൈഡ് 2 തരം ലിങ്കേജ് ഉണ്ട്. ഒന്ന് ആൽഫ ലിങ്കേജ്, ഒന്ന് ബീറ്റ ലിങ്കേജ്. ടെക്നിക്കലായിട്ട് അധികം പറയുന്നില്ല. നമ്മുടെ എൻസൈമിന് അമൈലേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആ അമൈലേസ് എന്ന് പറയുന്ന എൻസൈമിന് ആൽഫ ലിങ്കേജ് മാത്രമേ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ഈ അനിമൽസിന് ഇപ്പോൾ പശുവൊക്കെ പുല്ല് തിന്നുന്നു, അവർക്ക് ഈ സാധനമുണ്ട്. അതായത് സ്റ്റാർച്ച് അല്ല, സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് സെല്ലുലോസ് പോലുള്ള ഒരു ഫൈബറാണ്. അപ്പോൾ അതുപോലെ ബാക്ടീരിയാസ്, നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയാസ് ഇതിനെ കട്ട് ചെയ്യാനുള്ള എൻസൈമുണ്ട്. അതുകൊണ്ട് അവർ കട്ട് ചെയ്യും, നമ്മൾ കട്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ
അത് കൂടുതൽ അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതൊരു ജെല്ലാവും. ഇത് വെള്ളം കാണുമ്പോൾ വെള്ളത്തിന് അബ്സോർബ് ചെയ്ത് ഒരു ജെല്ലി ടെക്സ്ചർ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഫീസസൊക്കെ വളരെ ഹാർഡായി പോകും, നമുക്ക് ഭയങ്കര സ്റ്റൂളൊക്കെ പാസ് ചെയ്യും, വളരെ വിഷമമായിരിക്കും ഈ ഫൈബർ ഇല്ലെങ്കിൽ. ഒന്ന് അതാണ് ആ വാട്ടർ റിറ്റൈനിങ്. രണ്ടാമത് ഈ ബാക്ടീരിയസിനുള്ള ഫുഡാണ് എന്നുള്ളതാണ്. അത് സൊല്യൂബിൾ സാധനമാണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഫൈബർ അല്ല ഈ ഫൈബർ. മഞ്ഞപ്പിത്തം ഒരു മഞ്ഞപ്പിത്തത്തിൽ ചിലത് തീരെ പ്രശ്നങ്ങളായിട്ട് മാറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ചില മഞ്ഞപ്പിത്തങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏത് മഞ്ഞപ്പിത്തം വന്നാലും എല്ലാ ഡോക്ടർ പോയാലോ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡോക്ടർമാർ ചെയ്യുന്നത് ഒരു തട്ടിപ്പന്നല്ലേ? അങ്ങനെ മാറാതെ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ മഞ്ഞപ്പിത്തത്തിനും മരുന്ന് കൊടുക്കുന്നില്ല. നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് മെയിൻലി മഞ്ഞപ്പിത്തത്തിന് കൊടുക്കാറ്. ഇനി കീഴാർനെല്ലി എസൻസിൻ്റെയോ സയൻറ്റിഫിക് മെഡിസിൻ്റെയോ ഉദ്ദേശം മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ ഉദ്ധരിക്കലോ ആയുർവേദക്കാരെ തഴയലോ അല്ല, ജനങ്ങളുടെ രോഗം മാറ്റലാണ്. പിന്നെ ഇതിൻ്റെ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഉദ്ദേശം ആളുകളുടെ രോഗം മാറ്റലുമല്ല, അവർക്ക് ലാഭം ഉണ്ടാക്കലാണ്. കീഴാർനെല്ലിക്ക് മഞ്ഞപ്പിത്തം മാറ്റാൻ ഇപ്പോഴുള്ള വേറെ എന്തെങ്കിലും മരുന്നിനേക്കാളോ അല്ലെങ്കിൽ ഇല്ലാത്ത മരുന്നിനേക്കാളും കഴിവുണ്ടെങ്കിൽ കമ്പനിക്കാർ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഒരു പുതിയ മരുന്നുണ്ടാക്കി അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കും. ആ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഡ്രഗ് കൊടുത്ത് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് അവരെ കൂടുതൽ രോഗികളെ ചികിത്സിക്കും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അത് മരുന്നായി വരാത്തത്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. മികച്ച ചോദ്യങ്ങൾ ചോദിച്ച മികച്ച ഉത്തരങ്ങൾ നൽകിയ 3 പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ തൃശ്ശൂർ പ്രതിനിധി അജിത് കുമാറിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ പ്രവീൺ ഗോപിനാഥൻ മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കൊല്ലം പ്രതിനിധി അഖിലിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ കാനായം സുരേഷിന് മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കണ്ണൂർ പ്രതിനിധി മുന്ന കണ്ണൂരിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഗോകുൽ കൃഷ്ണയ്ക്ക് മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കണ്ണൂർ പ്രതിനിധി അജേഷിനെ ക്ഷണിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കും മെമൻറ്റോ നൽകാൻ എത്തിയവർക്കും നന്ദി.